ഓതന്റിക്കേഷന്റെ ഇതിലെ. അപ്പം ഓതന്റിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്. അപ്പോൾ ഓതന്റിക്കേഷനകത്ത് ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റ് ടോക്കൺ. ക്രിയേറ്റ് ടോക്കൺ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ യൂസർ ഐ ഡി ഇതിന്റെ അകത്ത് വെച്ചിട്ട് അതൊരു JWT ഇൻക്ലൂഡിങ് മൈ യൂസർ ഐ ഡി, പിന്നെ എൻ്റെ എക്സ്പയറി ടൈം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് 1 hour കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് ഈ ടോക്കൺ വാലിഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ സീക്രട്ട് കീ യൂസ് ചെയ്തിട്ടാണ് ഈ ടോക്കൺ എൻ്റെ സൈൻ ഇൻ ചെയ്യുന്നത്. ഈ സീക്രട്ട് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾ .envന്റെ അകത്തുണ്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്യും, ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റിൻ്റെ അകത്ത് ആ റിക്വസ്റ്റ് എൻ്റെ വാലിഡ് ടോക്കണിൻ്റെ അകത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൻ്റെ അകത്തുനിന്ന് API സീക്രട്ട് വെച്ചിട്ട് എൻ്റെ ടോക്കൺ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട്, ഇപ്പം ഈ ആറിൻ്റെ അകത്താണ് എൻ്റെ ടോക്കൺ കിടക്കുന്നത്, ആ ടോക്കൺ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് അത് വാലിഡ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടോക്കൺ എന്നുള്ള മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ഈ എക്സ്ട്രാ ടോക്കണിൻ്റെ അകത്ത് ടോക്കൺ എടുക്കുന്നത് എൻ്റെ ഹെഡറിൻ്റെ അകത്ത് ഓതറൈസേഷൻ എന്ന് പറഞ്ഞ പാർട്ടിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഇത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഞാൻ പകരം എന്ത് ചെയ്യും, എൻ്റെ കുക്കിൻ്റെ അകത്തുനിന്ന് എടുക്കാനുള്ള കോഡ് കയറ്റും. മുകളിലത്തെ വാലിഡ് ടോക്കൺ കണ്ടില്ലേ, അത് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ ഒരു വാല്യൂ. ഇതാണ് എന്റെ ടോക്കൺ റിട്ടേൺ ചെയ്യും. അപ്പൊ അതിന്റെ റിട്ടേൺ ഫംഗ്ഷൻ എഴുതിയപ്പോ കണ്ടോ, അതിന്റെ എറർ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫംഗ്ഷന്റെ. ഓക്കെ അന്ന് നമ്മൾ പറഞ്ഞത് ശരി, എറർ അല്ലെങ്കിൽ ഇല്ലായിരിക്കും അല്ലേ. ശരി, ഓക്കെ വാലിഡ് ആണോ അല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ബൂളിയൻ ആണല്ലോ. യെസ്, അതെ. അപ്പം ഇതൊക്കെ ഇത് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ ഫൈൻ. ഇനി എക്സ്ട്രാ ടോക്കൺ എന്ന് പറയുന്നത് ഞാൻ ഇത് മാറ്റിയിട്ട് കുക്കിയിലേക്ക് മാറ്റും. അത് ഞാനൊരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ അത് ചെയ്യും. അതിനുശേഷം വേണം ഞാൻ ഓതന്റിക്കേഷൻ ചെയ്ത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് ഈ ടോക്കണിൻ്റെ അകത്തുനിന്ന് എൻ്റെ യൂസർ ഐ ഡി എടുക്കാൻ. കാരണം യൂസർ ഐ ഡി ഇനി പല സ്ഥലത്തും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ എന്ത് കോൾ ചെയ്താൽ മതി, ഈ എക്സ്ട്രാക്ട് ടോക്കൺ യൂസർ ഐ ഡി കോൾ ചെയ്താൽ എനിക്ക് എൻ്റെ യൂസർ ഐ ഡി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ടോക്കൺ സെറ്റ് ചെയ്തു, എനിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനം എഴുതി, പിന്നെ എൻ്റെ ടോക്കൺ വാലിഡേറ്റ് ചെയ്യാനുള്ളത് എഴുതി, ടോക്കൺ എക്സ്ട്രാക്ട് ചെയ്യാനുള്ളത് എഴുതി. ഇനി ഇതൊക്കെ കോൾ ചെയ്തിരിക്കുന്നുണ്ടാകുക ഫസ്റ്റ് ലോഗിൻ ഹാൻഡലറിൻ്റെ അകത്ത്. ലോഗിൻ ഹാൻഡലറിനകത്ത് ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ ബോർഡിൻ്റെ അകത്തുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ ഞാൻ എടുത്തു, അതെൻ്റെ യൂസർ എന്നുള്ള മോഡലിൻ്റെ അകത്ത് കയറ്റി. ശേഷം ആ യൂസർ server.sign in എന്ന മെത്തേഡ് വിളിച്ചു ഞാൻ. ഓക്കെ, ഈ server.sign in എന്ന് പറയുന്ന സാധനം തൊട്ടടിയിൽ തന്നെ കിടപ്പുണ്ട്, കണ്ടോ. ഓക്കെ, സൈനിൻ്റെ അകത്ത് ഇമെയിലും പാസ്വേഡും കൊടുത്താൽ സൈൻ ഇൻ ചെയ്ത് നോക്കും. അപ്പൊ സൈൻ ചെയ്യുന്നത് എങ്ങനെയാ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വേറെ സംശയം പെട്ടെന്ന് തോന്നിയത്, server.sign in പകരം എന്തുകൊണ്ട് user.sign in ചെയ്തിട്ടില്ല നേരത്തെ പോലെ? യൂസറും ആയിട്ട് എനിക്ക് ഇതിലേക്കൊന്നും വരുന്നില്ലല്ലോ. എനിക്ക് വരുന്നത് സെർവർ അല്ല എനിക്ക് ആവശ്യം ഇവിടെ. സൈൻ ഇൻ എന്ന് പറയുന്നത് യൂസർ പറഞ്ഞുതരാം. സൈൻ ഇൻ എന്ന് പറയുന്നത് യൂസർ എന്ന് പറയുന്ന മോഡലിന്റെ പാർട്ടാണ് അല്ലല്ലോ. യൂസർ എന്ന് പറഞ്ഞ ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇവിടെ യൂസർ പാസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ അകത്തൊക്കെ ഞാൻ എൻ്റെ സെർവറിന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണമായിരുന്നു. അല്ല, അങ്ങനല്ല. server.sign in പകരം user.sign in നമ്മൾ മറ്റോടത്തൊക്കെ യൂസ് ചെയ്ത പോലെ, ഗെറ്റ് ക്രിയേറ്റ് യൂസറിലൊക്കെ യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്താൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചു. യൂസ് ചെയ്യാം, പക്ഷേ ഓതന്റിക്കേഷൻ എപ്പോഴും കോഡ് സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് നല്ലത്. കാരണം ഈ സൈൻ ഇൻ ഇപ്പൊ എന്റെ ഈ പറഞ്ഞ പോലെ യൂസർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ലേറ്റർ ഇതിന്റെ അകത്തേക്ക് ഗൂഗിൾ സൈൻ ഇൻ, ഫേസ്ബുക്ക് സൈൻ ഇൻ, ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് കയറി വരും. അതൊന്നും യൂസർ മോഡലിന്റെ പാർട്ടല്ല. ഈ സൈൻ ഇൻ, ലോഗിൻ, സൈൻ അപ്പ്, ഈ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ്ലി, അതായത് ഓതന്റിക്കേഷൻ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ കാരണം അത് ഒന്ന് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള കഥകളും ഒന്ന് ലോഗിൻ ചെയ്തതിന് മുന്നേയുള്ള കഥകളും, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നടക്കുന്നത് നല്ലത്. വേണേ എനിക്ക് അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കുകയും ചെയ്യണം, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇവിടെ എൻ്റെ അകത്ത് DBന്റെ അകത്തുനിന്ന് എന്ത് ചെയ്തു, server.db എൻ്റെ ഇമെയിൽ വെച്ചിട്ട് ആ ഇമെയിലുള്ള യൂസറുടെ ഡീറ്റെയിൽസ്, കറസ്പോണ്ടിങ് ഇമെയിലുള്ള യൂസറുടെ ഡീറ്റെയിൽസ് ഞാൻ ഫെച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞില്ല ഈ ഡീബഗ്, ഈ മോഡൽ, ഈ സാധനമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ ആവശ്യമില്ല, അനാവശ്യമാണ്. ചുമ്മാ ഡോട്ട് വേറെ ഇമെയിൽ കിട്ടുമെന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ മതി. അപ്പൊ ഈ യൂസറിന്റെ അകത്ത് എനിക്കിപ്പോ സാധനം കിട്ടി. ഇനി ആ യൂസറിന്റെ അകത്ത് ഞാൻ വെരിഫൈ പാസ്വേഡ് കോൾ ചെയ്തു.
വാട്ട് ടേക്ക് എന്തായിരുന്നു? സെലക്ട് ചെയ്യാനുള്ള query ആയിരുന്നോ? ടേക്ക് എന്ന് പറയുന്നത് ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റംസ് വരും. ഓക്കെ. ഇവിടെ ടേക്കിന് വരെ ഫൈൻഡ് കൊടുത്താലും മതി, ഫൈൻഡ് കൊടുത്താലും വർക്ക് ചെയ്യും. ഓക്കെ. അപ്പം ടേക്ക് ചെയ്തു ശേഷം എൻ്റെ മോഡൽസ് ഡോട്ട് വെരിഫൈ പാസ്വേഡ് എന്ന് പറഞ്ഞ സാധനം മോഡൽസിന്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കോൾ ആവും. അത് എൻ്റെ യൂസർ പാസ്വേഡും എൻ്റെ യൂസർ ഡോട്ട് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് എന്ന് പറയുന്ന യൂസർ ഡോട്ട് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്ത പാസ്വേഡ്. ഓക്കെ, ഈ പാസ്വേഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ UIന്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത പാസ്വേഡ്. ഓക്കെ, ഇത് നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഹാഷ് ചെയ്ത രണ്ട് പാസ്വേഡ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സാധനം റിട്ടേൺ വരും. ഓക്കെ, അപ്പം ആ സാധനം മോഡൽസിന്റെ അകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. bcrypt.error mismatch എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണോ? error not equal null and error equal to sorry, bcrypt.error എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് എറർ ആണത്. ഓക്കെ, അപ്പൊ ഈ ബീക്രിപ്ഷന്റെ എറർ ആണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിട്ടാ, വേറെ ഒന്നുമില്ല. ഈ വെരിഫൈ പാസ്വേഡ് എന്ന് പറയുന്ന സാധനം യൂസറിന്റെ അകത്ത് കിടപ്പുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ശേഷം എന്ത് ചെയ്തു, അത് കറക്റ്റ് ആ റിട്ടേൺ ഓത്ത് ഡോട്ട് ക്രിയേറ്റ് ടോക്കൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മുടെ ഇപ്പം ഈ യൂസറിന്റെ പാസ്വേഡ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ടോക്കൺ. ആ യൂസറിന്റെ ID വെച്ചിട്ട് നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓതന്റിക്കേഷനകത്ത് ക്രിയേറ്റ് ടോക്കൺ ഉണ്ട്, ആ ടോക്കൺ ക്രിയേറ്റ് ചെയ്യും, അത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. സൈൻ ഇൻ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ആ റിട്ടേൺ വരുന്ന അപ്പൊ ഇങ്ങോട്ട് ടോക്കൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ്. ഓക്കെ, ആ ടോക്കൺ എന്ന് പറഞ്ഞ വേരിയബിൾ ഒന്ന് നമ്മൾ നേരെ JSON റെസ്പോൺസ് ആയിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് അയച്ചു കൊടുക്കും. സ്റ്റാറ്റസ് ആണോ എന്തൊക്കെ പോകുന്നത്? എങ്ങനെ സ്റ്റാറ്റസും ടോക്കണും സ്റ്റാറ്റസും വേറെ ഒന്നും പോകുന്നില്ല. അപ്പം സ്റ്റാറ്റസ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ഓക്കെ എന്നാൽ 200 ടോക്കൺ, ആ ടോക്കണും അങ്ങ് കിട്ടും. ഫെയിൽ ആണെങ്കിൽ അതെ, ഫെയിൽ ആണെങ്കിൽ ഒന്നുമില്ല, നേരെ എക്സിറ്റ് അടിച്ചു പോരും, അവർക്കൊന്നും കിട്ടൂല. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റാറ്റസ് ഇതേതാ വാല്യൂ 422 അയക്കുന്നുണ്ട്. ആ 422 ഓക്കെ ഫൈൻ. ശരിക്കും അവിടെ 404 അല്ല അയക്കേണ്ടത്, 404 അല്ല, അവിടെ 400 ശരിക്കും അയക്കേണ്ടത്. ഓക്കെ, അത് 422 ഉണ്ടായി, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ടോക്കൺ ഫ്രണ്ട് എൻഡിലേക്ക് അയച്ചു കൊടുക്കണ്ട. ശരിക്കും സക്സസ്ഫുള്ളി സൈൻഡ് എന്ന് പറഞ്ഞ മെസ്സേജ് മാത്രം കൊടുത്താൽ മതി ഇവിടെ ടോക്കൺ അയക്കുന്നതിന് പകരം. കാരണം ഈ ടോക്കൺ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ടോക്കണിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് ഓതന്റിക്കേഷൻ്റെ അകത്ത് ക്രിയേറ്റ് ടോക്കണിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഹെഡറിന്റെ അകത്തൊക്കെ. സൈൻ ഇൻ ന്യൂ ക്ലെയിം ഇവിടെ പോയി, നമ്മളിവിടെ ഇടവന്ന് ഹെഡറിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്താ സെറ്റ് ചെയ്യുന്നത്? ടോക്കൺ ഹെഡറിൽ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, ഇതിന്റെ അകത്തുള്ള കേസിൽ അവർ UIയിൽ ടോക്കൺ അയക്കുക ചെയ്യുന്നത്, ഇവിടുത്തെ സെറ്റ് ചെയ്യല്ല. ഓക്കെ ഫൈൻ. അപ്പം ഇതിലിപ്പം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മാറ്റുന്നുണ്ട്. ഞാൻ മാറ്റിയതിനു ശേഷം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ അവർ ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് ടോക്കൺ അയച്ചില്ലേ. ഓക്കെ, ഇനിയിപ്പോ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഈ അയക്കുന്ന ഓരോ റിക്വസ്റ്റിലും എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനം ഹെഡറിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വിടും ഈ ടോക്കൺ. പക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന അങ്ങനെയല്ല, ഞാൻ വേറെ മെത്തേഡിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിന്റെ ലോഗിനായി ഈ ഉണ്ടാക്കുമ്പോൾ തൽക്കാലം ഇങ്ങനെ ഉണ്ടാക്കി പോയി, ഇത് അതിലേക്ക് മാറ്റാൻ വലിയ പണിയില്ല. ഓക്കെ, എന്നിട്ട് അപ്പം ലോഗിന് ആയി, അപ്പൊ എനിക്ക് ടോക്കൺ കിട്ടി. ഇനിയുള്ള റിക്വസ്റ്റ് എല്ലാം ഈ ടോക്കൺ വെച്ച് ചെയ്യും. അപ്പൊ ടോക്കൺ വെച്ച് ചെയ്യുന്ന റിക്വസ്റ്റ് നമ്മളെ എനിക്ക് റൂട്ടറിൽ നോക്കി അറിയാം. റൂട്ടറിന്റെ ഒക്കെ വരുമ്പോൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാ, JSON മിഡിൽവെയർ നമ്മളൊന്നും നോക്കാനല്ല, ചുമ്മാ ഒരു ഹെഡർ സെറ്റ് ചെയ്യുന്നുള്ളൂ. ശേഷം അത് ഓത്ത് മിഡിൽവെയറിന്റെ അകത്തേക്ക് പോകും. ഓത്ത് മിഡിൽവെയറിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് ഓത്ത് മിഡിൽവെയർ. ഇവിടെ പോയി കഴിഞ്ഞാൽ വാലിഡേറ്റ് ടോക്കൺ കോൾ ചെയ്യും. വാലിഡേറ്റ് ടോക്കൺ ഓതന്റിക്കേഷൻ്റെ അകത്തുണ്ട്. ടോക്കൺ വാലിഡ് ആണോ നോക്കും, ആണെങ്കിൽ റിട്ടേൺ ചെയ്യും, അല്ല എറർ ആണെങ്കിൽ എറർ റിട്ടേൺ ചെയ്യും. എറർ ഒന്നും ഇല്ലെങ്കിൽ നില്ലായിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് വാലിഡ് ടോക്കണിന്റെ അകത്ത് മിഡിൽവെയറിന്റെ അകത്ത് വാലിഡ് ടോക്കൺ എടുക്കുന്നു, എറർ കിട്ടി. എറർ നില്ല മീൻസ് സക്സസ് ആണ്. ഓക്കെ,
അപ്പൊ എറർ നോട്ട് ഈക്വൽ ടു നില്ലാണെങ്കിൽ, അതായത് എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്തൊക്കെ ഇറക്കി വിടും. ഈ അൺഓതറൈസ്ഡ് നിന്ന് 401 സ്റ്റാറ്റസ്. ഓക്കെ, എന്നിട്ട് ഇനി അതല്ല എററിലൊന്നും ഇല്ലെങ്കിൽ എന്നെ അടുത്ത റിക്വസ്റ്റിലേക്ക് എന്നെ ഫോർവേഡ് ചെയ്ത് വിടും. ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യം കൂടിയും ചെയ്യാനുണ്ട് ഈ സെറ്റ് മിഡിൽവെയർ ഓതന്റിക്കേഷൻ്റെ അകത്ത്. അതിന്റെ ടോക്കൺ ഒന്ന് റിന്യൂ ചെയ്ത് വിടണം. അതായത് ഇപ്പം ഓക്കെ, ഈ ഇപ്പം ടോക്കൺ ഇപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന ഹെഡറിൻ്റെ അകത്താണ്, റൈറ്റ്? അത് ഹെഡർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ ഇവിടെ കുക്കിയിലൊക്കെ ആക്കുന്നു. കുക്കിയുടെ പ്രത്യേകത കുക്കി എനിക്ക് ഫ്രണ്ട് എൻഡ് നിന്നും കിട്ടും, ബാക്ക് എൻഡ് നിന്നും കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കുക്കി യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതായത് ഈ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന കുക്കിക്ക് ഒരു ഓർഡർ ഉണ്ടാവും. അപ്പൊ ആ കുക്കി എവിടെ നിന്നാണോ സെറ്റ് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ഓർഡർ. അപ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ IP അഡ്രസ് ആയിരിക്കും ആ കുക്കിയുടെ ഓർഡർ. ആ കുക്കി HTTPS ഓൺലി ആക്കിയിട്ട് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ ഈ ഓർഡർക്ക് മാത്രമേ കുക്കി ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതായത് ഞാനിപ്പം എനിക്ക് അന്ന് കാണിച്ചെന്നല്ലേ അതൊന്ന് ചേഞ്ച് ചെയ്ത്, ആ ചേഞ്ച് ചെയ്യുന്നത് ലോക്ക് ആവും. അവിടെ ചേഞ്ച് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യല. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബാക്ക് എൻഡിന്റെ അകത്തുനിന്ന് കുക്കി സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ഹെഡറിന്റെ അകത്ത് റിട്ടേൺ ചെയ്യുന്നില്ലേ, അതായത് കുക്കി ഇല്ലല്ലോ എവിടെ സ്റ്റോർ ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ സെറ്റ് മിഡിൽ വെയറിലല്ല, സോറി, നമ്മുടെ ഓതന്റിക്കേഷൻ്റെ അകത്ത് ഇവിടെ ഈ ഗെറ്റ് ക്രിയേറ്റഡ് ടോക്കൺ ചെയ്ത സ്ഥലത്ത് ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ, ഈ റിട്ടേൺ ചെയ്യുന്നില്ലേ, റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യണ്ട, ചുമ്മാ എന്താ പറയാ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്താൽ മതി. എന്നിട്ട് ഈ സാധനം ഇവിടെ എന്ത് ചെയ്യുക, കുക്കിന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ കുക്കിന്റെ അകത്ത് ഈ സ്റ്റോർ ചെയ്ത് ഫ്രണ്ട് എൻഡിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് എൻഡിൽ അത് വെതർ ബ്രൗസർ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു URL ഉദ്ദേശിച്ചത് എങ്ങനെയാലും ഫ്രണ്ട് എൻഡ് അയക്കണ്ടത്? ഇല്ലല്ല, വേണ്ട. അതിന്റെ HTTP കുക്കി എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഈ അതാ പറയുന്നത്, ഈ കുക്കി അതെ, ഈ കുക്കി എന്ന് പറയുന്ന ഓരോ റിക്വസ്റ്റിന്റെ കൂടി. അപ്പം ഈ ഇപ്പം ഫ്രണ്ട് എൻഡ് നല്ല ലോഗിന്റെ റിക്വസ്റ്റ് അയച്ചത്, ഓക്കെ, ആ തിരിച്ച് അതിന്റെ റെസ്പോൺസ് എന്റെ ഫ്രണ്ട് എൻഡിലേക്ക് പോകും, കൂടെ പോകുന്ന റെസ്പോൺസിൽ കുക്കി ഓൾറെഡി കാണും. ഓക്കെ, അതായത് റെസ്പോൺസ് ഒരു സ്ട്രിംഗ് ആയിട്ട് പോകുന്ന റെസ്പോൺസ് ലോഗിൻ സക്സസ് ആയിരിക്കും, പക്ഷെ അതിന്റെ HTTP പക്ഷെ അതിന്റെ അകത്ത് കുക്കിന്റെ അകത്ത് നമ്മൾ ഈ കൊടുത്ത വാല്യൂ കാണും, പക്ഷെ അത് ഫ്രണ്ട് എൻഡിൽ കാണുകയെന്ന് മാത്രം. ശേഷം ഈ കുക്കി ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ എന്റെ ബ്രൗസറിൽ നിന്ന് പോകുന്ന ഏതൊരു URL പോകുന്ന ഏത് റിക്വസ്റ്റിലും ഈ കുക്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. എത്ര നേരം? അത് നമ്മൾ സെറ്റ് ചെയ്യണം കുക്കിന്റെ ടൈം. അപ്പൊ അടുത്ത റിക്വസ്റ്റ്, അപ്പൊ ഉദാഹരണമായിട്ട് 5 മിനിറ്റ് കൊടുത്ത് ഈ 5 മിനിറ്റ് യൂസർ വേറെ റിക്വസ്റ്റുകളൊന്നും അയച്ചില്ല, ജസ്റ്റ് എങ്ങനെ മൗസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ഒരു കാര്യമില്ല, ഇല്ല, ലോഗൗട്ട് ആയി പോകും. ലോഗൗട്ട് ആവണം. അല്ല, അങ്ങനെ മൗസ് ചുമ്മാ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് ബാക്ക് എൻഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അകത്ത് അപ്ലിക്കേഷൻ ഏതോന്ന് പറഞ്ഞു എൻ്റെ ഈ പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഇപ്പം റഹ്മാനയുടെ ഒരു പോലത്തെ ഒരു സ്കൂളിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു, അതിന്റെ അകത്ത് ബാക്ക് എൻഡ് റിക്വസ്റ്റ് ഇല്ലാത്ത ഒരു മൊഡ്യൂൾ ഏതാ വരുന്നത്? അല്ല, ബാക്ക് എൻഡ് റിക്വസ്റ്റ് ഇല്ലാത്തല്ല. അപ്പൊ ഉദാഹരണമായിട്ട് ഒരു റിപ്പോർട്ട് എടുത്തു, ഒരു റിപ്പോർട്ട് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഇപ്പം എന്താ പറയാ ഫ്രണ്ട് എൻഡിൽ ചെയ്യാവുന്ന കുറച്ച് കളികളുണ്ട്. അതായത് ഉദാഹരണമായിട്ട് സോർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യണത്, ഇങ്ങനെ ചെക്ക് ചെയ്യണത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട് എൻഡിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ഫ്രണ്ട് എൻഡിൽ ഇങ്ങനെ അവര് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അരമണിക്കൂറൊന്നും കൊടുക്കാൻ പാടില്ല, സെക്യൂരിറ്റി പറ്റിയാൽ പ്രശ്നമാവും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു ഇന്ന ടൈം ആകുമ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ഒന്നും കൂടി കൊടുക്കാൻ പറ്റുമോ? വെറുതെ ഒരു ഡമ്മി റിക്വസ്റ്റ് അപ്ഡേറ്റ് ടോക്കൺ അത് പറ്റും. അത് വേണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഈ ഫ്രണ്ട് എൻഡിൽ ഒരു മൗസ് ക്ലിക്ക് വരുന്ന സമയമുണ്ട്, മൗസ് ക്ലിക്കിന്റെ അത് ചുമ്മാ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി. മൗസ് ക്ലിക്കിൽ ടോക്കൺ ഒന്നും കൊടുക്കാം, എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി. മൗസ് ക്ലിക്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ ആയി പോകില്ലേ ഇത്രേ നേരം എന്നൊക്കെ വെച്ചിട്ട്? അതൊന്നുമില്ല, അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് പോകും. അല്ല, വേറെ കാര്യമുണ്ട്. ഈ എന്റെ സ്റ്റാറ്റിക് ഫയൽസ് ഞാൻ ഇടുന്ന പോലെ ഈ വെബിന്റെ ആക്കുന്നത് കരുതിക്കോ. ഫോർ എക്സാമ്പിൾ എന്റെ സ്റ്റാറ്റിക് ഫയൽസ് ഇപ്പൊ ഈ വെബ് എന്നുള്ള ഡയറക്ടറിയിലാണ് എന്റെ ആപ്ലിക്കേഷൻ കിടക്കുന്നത് ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ, അവര് ചേഞ്ച് ചെയ്യുന്ന ഓരോ പേജും ഇല്ലേ അവര് ചെയ്യുന്ന ഓരോ UI സാധനവും കോള് പോകുന്നത് അതിന്റെ ബാക്ക് എൻഡിലേക്ക് തന്നെയാണ്. അതെ, പക്ഷെ ചിലത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാൻ കാരണം വെച്ചാൽ ചിലത് ബാക്ക് എൻഡ് ആയിട്ട് ചില API ചില ഒരു 5 മിനിറ്റിനൊന്നും 10 മിനിറ്റിനൊന്നും ചിലപ്പം ഉദാഹരണമായിട്ട് പ്രിൻസിപ്പൾ ഒരു പ്രസന്റേഷൻ നടത്തണം. അപ്പൊ വെബ്സൈറ്റിലേക്ക് ചുമ്മാ ഒരു നോർമൽ മീറ്റിംഗ്, ആ പ്രസന്റേഷനിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ലിസ്റ്റ് എടുത്തു, ഒരു സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് എടുത്തു.
എന്നിട്ട് അതിങ്ങനെ അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ലിസ്റ്റ് എടുത്തു, ഫുൾ ഗ്രാഫും ചാർട്ടും ഒക്കെ ഉള്ള, എന്നിട്ട് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ചിലപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല. മൗസ് ചിലപ്പോൾ ഇളകിക്കൊണ്ട് നിൽക്കും, സ്ക്രീൻ ലോക്ക് ആക്കാനോ മറ്റേനൊക്കെ ആയിട്ട്. പക്ഷെ എന്താ പറയാ, അങ്ങനെ വരുന്ന മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക്കലി ആ മൊഡ്യൂളിന് മാത്രമായിട്ട് വല്ലതും ചെയ്യണം. അതെ, കാരണം അല്ലാതെ ഇപ്പം നോർമലി ഈ നമ്മൾ പറയുന്ന പോലെ ഒരു പ്രസന്റേഷനിലൊക്കെ നോർമലി ഇങ്ങനെ ചെയ്യുന്ന കേസിൽ അതാണ് ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഒരു ടേബിള് കാര്യങ്ങൾ ഇല്ല, ഇങ്ങനത്തെ ഒരു യൂസർ ഡാറ്റ ഉള്ള സാധനം നമ്മളിപ്പോ അവിടെ വെച്ചിട്ട് പോയി, അത് വേറെ ആൾ കുറച്ച് കഴിഞ്ഞാൽ അവരെന്ത് നോക്കുമ്പോൾ ഇത് ലോക്ക്ഡൌൺ ആണ്, അവർക്ക് എന്തും ചെയ്തിട്ട് പോവാം. അതില്ലാതിരിക്കാനാണ് നമ്മൾ ലോക്കൗട്ട് ടൈം കൊടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ലോക്കൗട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ. ഇനി അതിന് വേറെ വഴികളുണ്ട്, അത് പേടിക്കാൻ വേറെ സീനൊന്നുമില്ല, അതിനൊക്കെ വേറെ വഴികളുണ്ട് ചെയ്യാൻ, അത് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു റിഫ്രഷ് ടോക്കൺ, ആക്സസ് ടോക്കൺ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കേസുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മിഡിൽ വെയറിന്റെ അകത്ത്, അതായത് ഈ മിഡിൽ വെയറിന്റെ അകത്ത് ഇവിടെ എന്ത് ചെയ്യണം, ഇതിപ്പോ ഈ അടുത്തേക്ക് നേരെ പാസ് ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത്. മിഡിൽ വെയറിന്റെ അകത്ത് ഓതന്റിക്കേഷൻ ശരിയാണോ നോക്കി ആണെങ്കിൽ നേരെ അടുത്തേക്ക് വിടുകയാണ്, റൈറ്റ്? പകരം ഇവിടെ എന്റെ കുക്കി റീഡ് ചെയ്യണം. എന്റെ കുക്കിന്റെ അകത്തു നിന്നുള്ള എന്റെ ടോക്കൺ ഇവിടെ എടുക്കണം. മിഡിൽ വെയറിന്റെ അകത്ത് എന്റെ ടോക്കൺ ഒന്നും കൂടി എടുക്കണം. എന്നിട്ട് ആ ടോക്കണിന്റെ അകത്ത് നിന്ന് എന്റെ യൂസർ ഐ ഡി ഒന്നും കൂടി എടുക്കണം. ഓക്കെ. യൂസർ ഐ ഡി കിട്ടിയിട്ട് എന്ത് ചെയ്യണം, കുക്കിയിലുള്ള ടോക്കൺ കൂടി ചെക്ക് ചെയ്യണം അല്ലേ? എന്റെ അല്ലല്ല, കുക്കിയിലുള്ള ടോക്കൺ ആണ് ഈ വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. ശേഷം ആ ടോക്കൺ എടുക്കുക, ടോക്കൺ ആയിട്ട് എടുക്കുക. അതിന്റെ അകത്ത് നിന്നിട്ട് അതിന്റെ യൂസർ ഐ ഡി എടുക്കുക. യൂസർ ഐ ഡി ഇപ്പൊ 1 ആണ്, 1 എന്ന് പറഞ്ഞ യൂസർ ഐ ഡി എടുക്കുക. എന്നിട്ട് ഒരു പുതിയ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുക, ഈ 1 എന്ന് പറഞ്ഞ യൂസർ ഐ ഡിക്ക്. അതിനെ റീപ്ലേസ് ചെയ്യുക. മനസ്സിലായോ? ഒരു ടോക്കൺ വന്ന് ആ ടോക്കണിന്റെ അകത്തുള്ള യൂസർ ഐ ഡി എടുത്ത് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ കടത്തി വിടും. അപ്പൊ തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ടോക്കൺ പുതിയതായിരിക്കും, പഴയ ടോക്കൺ ആയിരിക്കില്ല. ഓക്കെ. അപ്പം ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും കാണാൻ പറ്റുമോ? ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും എന്ത് ചെയ്യും, ടോക്കണ് ഇപ്പം നോർമലി നമ്മൾ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇതെല്ലാം നീ പറഞ്ഞ പോലെ HTTP കൊടുക്കുകയാണെങ്കിൽ ഇല്ല, അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. കാണിക്കണോ വേണ്ട? കാണാൻ പറ്റും പക്ഷെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാണാൻ എന്തായാലും കാണാം. അതെവിടെ ഉണ്ടാവുക? അത് എന്റെ ആപ്ലിക്കേഷൻസ് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻസിൽ കുക്കീസിലുണ്ടാവും. ഓക്കെ. അതിന് വേറെയും ടൂൾസ് ഉണ്ടാവും, അതിന്റെ പേരെന്നോട് മറന്നുപോയി. ഈ യൂസ് ചെയ്യണ്ടല്ലോ, എൻ്റെ ഉണ്ട്, ഞാൻ കണ്ട് മറന്നുപോയി. നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞിരുന്നുണ്ട്. 1-2 ടൂൾസ് ഉണ്ട്. ഇപ്പൊ ആ ടൂൾസ് ശരിക്കും എന്റെ വൈഫൈ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ വൈഫൈ വഴി പോകുന്ന എല്ലാ റിക്വസ്റ്റും എനിക്ക് എടുക്കാൻ കിട്ടും. അതിന്റെ അകത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഓക്കെ. ഓക്കെ, അടുത്തെന്താ? ഓക്കെ. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ടോക്കൺ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം യൂസർക്ക് ഓരോ റിക്വസ്റ്റിലും എന്ത് ചെയ്യും, പുതിയ ടോക്കൺ കിട്ടും. അപ്പം ആ പാർട്ട് ക്ലിയർ ആയില്ലേ? ഇനി ആ ടോക്കണിന് കുക്കിക്ക് അതെ, ഇനി കുക്കിക്ക് ഈ ഒരു ടൈം സെറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ കുക്കിക്ക് 1 hour ടൈം അല്ല, ഇതിന് ടോക്കൺ നമ്മൾ 1 hour ടൈം സെറ്റ് ചെയ്തില്ലേ, അതുപോലെ കുക്കിക്കും ഒരു ടൈം സെറ്റ് ചെയ്യും. അതായിരിക്കും നമ്മൾ ഒരു 5 മിനിറ്റ് ഇല്ലേ 6 മിനിറ്റ് എന്നിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ടോക്കണിന്റെ ടൈം നമ്മൾ 1 hour സെറ്റ് ചെയ്ത് ഒരിക്കലും കൂട്ടാനും പോകുന്നില്ല, കുറയ്ക്കാനും പോകുന്നില്ല. അത് അവിടെ കിടന്നോട്ടെ. അത് 1 hour നേരത്തെ ആ ടോക്കൺ വാലിഡ് ആണ്. പക്ഷെ ഈ കുക്കി എന്ന് പറഞ്ഞ സാധനം 5 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബ്രൗസറിന്റെ അകത്തുനിന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ കുക്കി ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അങ്ങനെയാണ് ഈ പറഞ്ഞ ആളെന്താകുന്നത്, ലോഗൗട്ട് ആകുന്നത്. ഓക്കെ. അപ്പം എന്റെ ചില മൊഡ്യൂൾസിന്റെ അകത്ത് എവിടെയെങ്കിലും എനിക്ക് കൂടുതൽ ടൈം ഉള്ളതുണ്ടെങ്കിൽ അത് വേറൊരു മിഡിൽ വെയറോ മറ്റോ വെച്ചിട്ട് ആ സമയത്ത് കുക്കിന്റെ ടൈം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റിക്വസ്റ്റ് നടത്തി, ടോക്കൺ 1 മണിക്കൂർ വാലിഡ് ആണ്, പക്ഷെ കുക്കി നമ്മൾ 5 മിനിറ്റ് കൊടുക്കും. ഇത് മിഡിൽ വെയറിൽ എന്ത് ചെയ്യണം, ഓരോ തവണയും വാലിഡേറ്റ് ചെയ്യണം, എന്നിട്ട് ഓരോ തവണയും പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുക്കി. ഈ കുക്കി അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഞാനേതായാലും ഞാൻ ഇതിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ ചെയ്തിട്ട് അത് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണേൽ. ഫ്രണ്ട് എൻഡിലേക്ക് രണ്ടാമത്തെ കാര്യം പരിപാടിയല്ലേ കുക്കി അപ്ഡേറ്റ് ആക്കണൊക്കെ? ഇതൊക്കെ ബാക്ക് എൻഡിലാണ്, ഈ ഒന്നും അറിയണ്ട, ഈ ചുമ്മാ ഹിറ്റ് ചെയ്ത് കളിച്ചാൽ മാത്രം. ആ URL-ന്റെ കുക്കിയില്ലേ, അങ്ങനെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കേക്ക്, മീൻസ് അത്ര പരിചയമില്ലാത്തൊരു സംഭവം HTTP കുക്കി. ഞാൻ അത്ര ശ്രദ്ധിച്ചു. അത്
ഈ പോസ്റ്റ്മാൻ്റെ അകത്ത് ഒരു പങ്ക് കാണുന്നുണ്ടാവല്ലോ അല്ലേ? ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടോ? രണ്ടാമത്തെ സ്ക്രീനിലെടുത്ത് ഇല്ല. ഒന്നുകൂടി മാറ്റി ഷെയർ ചെയ്യാം. ഇപ്പൊ കാണുന്നില്ലേ? ഈ പോസ്റ്റ്മാൻ്റെ അകത്ത് എനിക്ക് നോക്കിയാൽ കാണാം. പോസ്റ്റ്മാൻ്റെ അകത്ത് ഹെഡറിന്റെ അകത്ത് ഇവിടെ കുക്കി അല്ല കുക്കീസ് ഇതിലിപ്പോ കുക്കി ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഈ സാധനം ഇപ്പം ഓക്കെ എൻ്റെ ഈ ആപ്ലിക്കേഷൻ റണ്ണിങ് ആയിരിക്കും. അതിന്റെ ഇടയിൽ അൾട്ടിമാറ്റിക്സിൽ ഓരോ കോമ്പിറ്റൻസി അതും ഇതും ഭ്രാന്ത്. വിനിയുണ്ട് ഓൺലൈനിൽ. വേറെ പണിയൊന്നുമില്ല. മാം ഏതാണ്ട് ഐവോൾ ചെയ്യാൻ കൊടുത്താ പ്രിയ മാം നട്ടപ്പാതിര 12 മണിക്ക്. കോമഡി എന്താ അറിയോ, ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കിടന്നത്. ഇന്നലെ മെസ്സേജ് ഉണ്ട്, ഇന്ന് രാവിലെ രാത്രി 12:12 എന്നോട് മെസ്സേജ് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഞാനിപ്പോ ലോഗിൻ ചെയ്തപ്പോ കുക്കി വന്നു. ഓക്കെ, നേരത്തെ കുക്കി ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കുക്കി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കൂടി ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ഓക്കെ കുക്കി വന്നു. ഈ കുക്കി എന്ന് പറയുന്നത് എന്റെ മൊത്തം പോസിറ്റീവാൻ്റെ അകത്ത് മൊത്തത്തിൽ ആ URL മൊത്തം സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം ഇത് വേറെ ഇതും ഓക്കെ എന്റെ മൊത്തത്തിൽ സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു ഓർഡർ ഉണ്ടാവും കുക്കിക്ക്. അതുകൊണ്ട് ആ ഓർഡറിന്റെ റിക്വസ്റ്റിന് മാത്രമേ ആ സാധനം പോവുള്ളൂ. ലോക്കൽ ഹോസ്റ്റ് എന്ന ഡൊമൈനാണ് അത് സെറ്റ് ആയിരിക്കുന്നത്. ഈ റിക്വസ്റ്റും ഏതിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിന്റെ IP ആയിരിക്കും ഉണ്ടാവും അല്ലേ? അതെ, ഇതിപ്പം ലോക്കൽ ഹോസ്റ്റിന്റെ തന്നെയാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് അതിനൊക്കെ എന്തായിട്ടുണ്ട്, ആ കുക്കി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുണ്ടോ, എന്റെ റിക്വസ്റ്റ് പോകുമ്പോൾ റിക്വസ്റ്റിന്റെ ഹെഡറിന്റെ അകത്തുണ്ടോ കുക്കി എന്നും പറഞ്ഞ സാധനം കയറി പോകുന്നുണ്ട് ഇപ്പൊ. അപ്പം ഏത് റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാലും കുക്കി എന്ന് പറഞ്ഞ ഇത് കയറി പോകും. ഓക്കെ, ഇനി അപ്പൊ നമ്മള് കുക്കീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, അപ്പം മിഡിൽവെയർ ആയി, കുക്കി റിഫ്രഷ് ആയി. ഓക്കെ, ഇനി ലോഗൗട്ട് ആവുന്ന പ്രശ്നമില്ല. ലോഗൗട്ട് ചെയ്യാൻ നേരത്ത് എനിക്കൊരു കാര്യം ചെയ്യാനുള്ളൂ, കുക്കി ഡിലീറ്റ് ചെയ്ത് കളയാം. വേറൊന്നും ചെയ്യാനില്ല. എങ്ങനെ ചെയ്യാം? കുക്കി ബാക്ക് എൻഡിൽ ഫ്രണ്ട് നിന്നും കുക്കി അങ്ങ് ഡിലീറ്റ് ചെയ്ത്, ഫ്രണ്ട് എൻഡിൽ ബാക്ക് എൻഡിൽ എവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. യൂസറിന് കഴിഞ്ഞാൽ കുക്കി പോയി കഴിഞ്ഞാൽ കൈ തീർന്നു. വേറൊന്നും ഇല്ല അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച്. ഇനി എന്ന് പറയുന്നത് ഈ സെയിം സാധനം ഇപ്പം എനിക്ക് മൊബൈലിലാണെങ്കിലും മൊബൈലിൻ്റെ അകത്ത് പോയി കുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സാധനം സ്റ്റോർ ആയി. ഇനി മൊബൈലിൻ്റെ അകത്ത് വേണമെങ്കിൽ എനിക്ക് കൂടുതൽ നേരം കുക്കി എടുത്ത് മാനുവലി സ്റ്റോറേജ് വെക്കാം. അല്ലെങ്കിൽ റിക്വസ്റ്റിന്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ കുക്കി എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റിട്ടേൺ ചെയ്യേണ്ടതല്ല ഞാൻ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊബൈലിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, അത് എടുത്തിട്ട് അവിടെ സേവ് ചെയ്ത് വെച്ചാൽ അപ്പം എനിക്ക് കുറച്ചുകൂടി നേരത്തൊക്കെ എന്ത് ചെയ്യാം, അത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഈ ബ്രൗസറിന്റെ അകത്താകുമ്പം ഈ ആപ്ലിക്കേഷന്റെ കോഡ് ആൾക്കാർക്ക് ഈസിലി ഇൻസ്പെക്ട് ചെയ്ത് കാണാം. പക്ഷെ മൊബൈലിന്റെ അകത്ത് കുറച്ചുകൂടിയും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ അകത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ അകത്ത് ഒരു എക്സ്ട്രാ സീക്രട്ട് കീ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അതിന്റെ ടോക്കൺ ഇല്ല, കുക്കിന്റെ ടോക്കണിന്റെ അകത്ത് ഇപ്പൊ ലോഗിൻ ചെയ്യുന്ന ഡിവൈസ് മൊബൈൽ ആണെങ്കിൽ ടോക്കണിന്റെ വാലിഡിറ്റി കുറച്ച് കൂട്ടിയിടുക.
ഇല്ലെങ്കിൽ ടോക്കണിന്റെ അകത്ത് മൊബൈൽ എന്ന് പറഞ്ഞ കീവേഡും കൂടി വെച്ചിട്ട് വാലിഡിറ്റി കൂട്ടിയിടുക. അപ്പൊ അടുത്ത റിക്വസ്റ്റ് വരുമ്പോൾ ടോക്കൺ വാലിഡേഷൻ ഇല്ലേ, അതിന്റെ അകത്തുനിന്ന് ഡിവൈസ് മൊബൈൽ ആണോ വെബ് ആണോ നോക്കുക. മൊബൈൽ ആണെങ്കിൽ അതിന് ടൈം നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം പീരീഡ് നമുക്കിപ്പം ഒരു 5 ദിവസമോ 6 ദിവസമോ ഇല്ലെങ്കിൽ ഒരു 1 month ഒക്കെ എന്ത് ചെയ്യാം, അതിന്റെ സെഷന് എക്സ്പയറി ഡേറ്റ് പോകാതെ അവിടെ വെക്കാം. എവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ മൊബൈൽ ആണോ വെബ് ആണോ എന്നുള്ളത്? മൊബൈൽ ആണോ വെബ് ആണോ എന്നുള്ളത് അതിന്റെ കുക്കിന്റെ അകത്ത് തന്നെ, കുക്കിന്റെ പേരോഡിന്റെ അകത്തുള്ള ഡാറ്റ ഇല്ലേ അവിടെ കയറ്റി വെക്കണം. രണ്ടാമത് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് കീ, വല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കീയോ എന്തെങ്കിലും മൊബൈലിന്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ ഓരോ പോകുന്ന റിക്വസ്റ്റിലും ഈ കീയും കൂടി പാസ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ടോക്കണിന്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്തേക്കാം. ഇപ്പം ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റ് പോകുന്ന ഫ്രണ്ട് എൻഡ് എന്നല്ലേ, ഓക്കെ, ഫ്രണ്ട് എൻഡിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റ് പോകുന്ന ഇപ്പോൾ അവർ ബ്രൗസറിന്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഇപ്പൊ അതിന്റെ അകത്ത് അവർക്ക് മനസ്സിലായി, ഓക്കെ ഇവര് ബ്രൗസർ നോക്കിയിട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ മൊബൈലിൽ നിന്നുള്ള ഒരു ഹെഡർ മാറ്റി കൊടുത്തിട്ട് അവർ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് മൊബൈലിന്റെ പോലെ 1 മാസത്തേക്കുള്ള കീ കിട്ടിയെന്ന് വരും. പകരം എന്ത് ചെയ്യുക, മൊബൈലിൽ നിന്ന് പോകുന്ന റിക്വസ്റ്റിന് ഒരു സീക്രട്ട് കീ എക്സ്ട്രാ കയറ്റി വിടുക. ഓക്കെ, അപ്പൊ ഈ സീക്രട്ട് കീ എന്റെ മൊബൈൽ ആപ്ലിക്കേഷന്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചാൽ ഒരു കീ, ഒരു കോൺസ്റ്റന്റ് കീ. ആ കീ അതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്താകുമ്പോൾ ഇവർക്ക് അങ്ങനെ ഇൻസ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ വെബിലാണെങ്കിൽ ഈസിലി അത് കിട്ടി. അപ്പൊ ഈ കീ വെച്ച് വരുന്ന റിക്വസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ സെഷൻ ടൈം കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ കീ എന്ന് പറഞ്ഞാൽ എന്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് എടുക്കും. പക്ഷെ ഈ വെബുകാർക്ക് ഇങ്ങനെ ഒരു കീ ഇല്ല, അപ്പൊ അവർ ഡിഫോൾട്ട് ആയിട്ട് വർക്കാവും. എന്നിട്ട് കീ വെച്ച് വരുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവരുടെ ടോക്കണിന്റെ അകത്ത് എന്ത് ചെയ്യുക, ഒരു വേർഡും കൂടി മൊബൈലിൽ നിന്നുള്ള ഒരു ഐറ്റം കൂടി കൊടുക്കുക, ഇല്ലെങ്കിൽ എന്താ പറയാ എന്റെ റിക്വസ്റ്റിന്റെ അകത്ത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ആ കീയും കൂടെ ചെക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ കീ എന്ന് പറയുന്നത് വേണേൽ കുക്കി തന്നെ സെറ്റ് ചെയ്യാം. കുക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ഈ റിഫ്രഷ് ചെയ്യുന്നില്ല കുക്കി റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ കീയും കൂടി നോക്കി, കീ ഉണ്ടെങ്കിൽ കൂടുതൽ ടൈമിലേക്ക് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ അത് അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാം. അപ്പം ഇത്രയാണ് ഇതിന്റെ പാർട്ട്. രണ്ടാമത് ഇതിന്റെ അകത്തൊരു മൊഡ്യൂൾ ആഡ് ചെയ്ത് കാണണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചെയ്യാം. ഓക്കെ, മോഡൽസിന്റെ അകത്ത് നമുക്ക് യൂസേഴ്സ് എന്നൊരു സാധനമുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ ആപ്ലിക്കേഷൻ എനിക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഇതിലെന്തോ കുറെ ചേഞ്ച് വരുത്തില്ല. ഇതിപ്പോ ഗിറ്റ് യൂസ് ചെയ്യുന്നുള്ള ഒരു ഒറ്റ മെച്ചാട്ടോ. ഇല്ലെങ്കിൽ ആടെയും ഇവിടെ നമ്മൾ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിവരം അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, എനിക്കിപ്പോ യൂസേഴ്സ് ഉണ്ട്. ഇനിയിപ്പം ബേസിക്കലി ഇതൊരു ബ്ലോഗിങ് ആപ്ലിക്കേഷൻ. അപ്പം ഇതിന്റെ അകത്ത് എനിക്ക് എന്ത് വേണം, സബ്ജക്ട്സ് വേണം. ഓരോ സബ്ജക്ട്സിന്റെ അണ്ടറിൽ എന്ത് വേണം, ടോപ്പിക്സ് വേണം. ആ ടോപ്പിക്സിന്റെ അണ്ടറിൽ ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ആർട്ടിക്കിൾസിന്റെ പുറമെ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ വേറെ ഉണ്ടാവും. ഈ ബ്ലോഗ്സിന് എന്തുണ്ടാവും, ടാഗുകൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ആ ബ്ലോഗിന്റെ കൂടെ പല ടാഗ് അറ്റാച്ച് ചെയ്ത് വിടാം. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ഞാനിപ്പോ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന യൂസറിന് മാത്രം. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് സബ്ജക്ട്സ്. ഓക്കെ, subjects.go അതാണ് എൻ്റെ മോഡൽ. അപ്പം ഇതിന്റെ അകത്ത് എനിക്ക് ആദ്യം ചെയ്യണം, അതിനെ എനിക്ക് സെയിം പാക്കേജിലേക്ക് ഇടണം. അപ്പം ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ആവശ്യമുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ തന്നെ അങ്ങ് കോപ്പി ചെയ്യാം. ഇതിട്ടു. ഇതിലെനിക്ക് ബീക്രിപ്റ്റ് എനിക്ക് ഇതിൽ ആവശ്യമില്ല. സ്ട്രിങ്സ് HTML ഇതൊന്നും എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇത് യൂസ് ചെയ്യാത്ത എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരെടുത്ത് ഡിലീറ്റ് ചെയ്താൽ, അതുകൊണ്ട് സേവ് ചെയ്യുന്നതിന് മുമ്പ് അത് യൂസ് ചെയ്തേക്കണം. ഇനി രണ്ടാമത് എനിക്ക് വേണ്ടത് എൻ്റെ ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചറിന് ഞാൻ പേര് കൊടുക്കുന്നത് പോസ്റ്റ് എന്നാണ്, സോറി സബ്ജക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ അടുത്ത കാര്യം, ഇവിടെ ഈ സബ്ജക്റ്റ് എന്ന് എസ് ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് DBയിൽ പോകുമ്പോൾ സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആവുന്നത്, ടേബിളിന്റെ നെയിം. ഓക്കെ, ഇവിടെ എസ് ക്യാപിറ്റൽ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ മോഡൽ എനിക്ക് പുറത്ത് യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ്. ഓക്കെ, എടാ വെയിറ്റ് ഒറ്റ മിനിറ്റ്. ഹലോ പറടാ. തിരക്കിലല്ല, കാര്യം പറഞ്ഞു എന്നിട്ടാലോചിക്കും. അല്ലല്ല, കേബിള് മറ്റേ ഇവരല്ലേ, ബ്രോഡ്ബാൻഡ് അല്ലേ ഇത്, അല്ല മറ്റേ OFC അല്ല, ഇപ്പം ഫൈബർ അല്ലേ ഇത്, നോർമൽ കണക്ഷനാണ്, ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ടെലിഫോൺ. ഫൈബർ ഇപ്പം BSNL ഇവരാടാ കൊടുക്കുന്നത്, നമ്മുടെ കേബിൾ TV കാരാ കൊടുക്കുന്നത്, KCL ആരാ, അവരോട് വെച്ചാൽ മതി.
നല്ല സ്പീഡായിരിക്കും. സ്പീഡ് ഇപ്പം ചില സ്ഥലത്ത് കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം സ്പീഡ് ഉണ്ട്. എനിക്കൊന്ന് അതെ, അതാണ് അതിന്റെ അതെ. മോഡം ഫൈബർ മോഡം കുറച്ച് കൂടുതലാ, ഏകദേശം 1500 റുപ്യൊക്കെ എന്തായാലും വരും. സ്പീഡ് നല്ലതായിരിക്കും. ബ്രോഡ്ബാൻഡെക്കാളും നല്ലത് ഫൈബറാ. അതിലും കൂടും. അതിലും എന്തായാലും കൂടും. അത് ഉറപ്പാ. പിന്നെ ഇപ്പൊ നോർമൽ മറ്റേ ഇതാണെങ്കിലും ബ്രോഡ്ബാൻഡ് ആണെങ്കിലും ബില്ല് ഏകദേശം 400 ഒക്കെ വരുന്നുണ്ട്. അതും ഫൈബർ തമ്മിലിപ്പോ വലിയ ബില്ലിന്റെ മാറ്റമൊന്നുമില്ല. പിന്നെ പക്ഷെ ചിലപ്പോ ഒരു അതെ ലൈൻ വലിക്കാൻ അത്ര ചോദിക്കുന്നത് നോക്കൂട്ടോ. അതൊന്ന് അന്വേഷിച്ചു, അവരോട് എത്ര ആവും വെച്ചു, അതിനനുസരിച്ച് നോക്കിയോ. അത് OSC പൈസ ഇവന്മാര് തട്ടിപ്പാടേ. ശരിക്കും ഇത്രയും പൈസന്റെ കേസൊന്നും ഇല്ല, പക്ഷെ KCL ഭയങ്കരമായിട്ട് അതിന് പൈസ എടുത്താളുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ലൈൻ വലിക്കുന്നതേ. പക്ഷെ ഇവര് KCL കേബിൾ ടിവിക്കാരെങ്കിൽ ഒന്ന് കുറച്ചധികം പൈസ വാങ്ങുന്നുണ്ടോ സംശയമുണ്ട്. ഇത് ചോദിച്ചോക്കെ എത്രയാണ്, ചോദിച്ചു നോക്കിട്ട് വരാം. ഇല്ലല്ല, ബില്ലിങ്ങും KCL വഴി തന്നെ പോവുക, പക്ഷെ ഏകദേശം സെയിം എമൗണ്ടാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ശരി, അത് കുഴപ്പമില്ല. ഈ നോക്ക, ഈ പൈസന്റെ അന്വേഷണം നോക്കിയിട്ട് പറയാം ഏകദേശം എത്രയാണ്. ഓക്കേടാ. ശരി. ഓക്കെ. അപ്പം DBന്റെ അകത്ത് ഇത് സ്മോൾ ലെറ്റർ പോകും. അപ്പൊ DBയിൽ നെയിമിങ്ങിന്റെ കൺവെൻഷൻ എന്ന് പറയുന്നത് ക്ലാസ് നെയിംസിന് ക്യാപിറ്റൽ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ റെക്കമെൻഡഡ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. അതായത് DBയിൽ ഈ ഒരു പേര് കൊടുക്കുമ്പോൾ ടേബിളിന് ക്യാപിറ്റൽ യൂസ് ചെയ്യരുത്. ക്യാപിറ്റൽ യൂസ് ചെയ്യരുത്, ഫുള്ള് സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ. പിന്നെ DBന്റെ അത് പേര് ചെയ്യുമ്പം സ്പേസ് ഇടരുത്, ന്യൂമറിക്സ് യൂസ് ചെയ്യരുത്, ഓൺലി ആൽഫബറ്റ്സ്. അണ്ടർസ്കോർ മാത്രം യൂസ് ചെയ്യാം, അണ്ടർസ്കോർ ഹൈഫൺ. അപ്പം ബേസിക്കലി DBന്റെ അത് അപ്പൊ എനിക്ക് അണ്ടർസ്കോർ യൂസ് ആൽഫബറ്റ്സ്. അപ്പം പക്ഷെ ഗോ ലാംഗ്വേജിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഗോ ലാംഗ്വേജിന്റെ അകത്ത് എനിക്കിത് പുറത്തൊക്കെ കിട്ടണമെങ്കിൽ ക്യാപിറ്റലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ്. അപ്പം ഗോആർഎം എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഉള്ളത് ഓരെടുത്തിട്ട് സ്മോൾ ആക്കിക്കോളും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, DBന്റെ അകത്ത് അപ്പം യൂസർ നെയിം എന്നുള്ളതിന് പേര് കൊടുത്തിട്ടുണ്ടാകുക യൂസർ അണ്ടർസ്കോർ നെയിം എന്നായിരിക്കും. ഓക്കെ. അപ്പൊ ഗോആർഎം ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് യു എന്നുള്ളത് മാറ്റിയിട്ട് സ്മോൾ ലെറ്റർ യു ആക്കും. ഈ സെക്കൻഡ് N ക്യാപിറ്റൽ വരുന്ന അവര് സ്മോൾ ലെറ്റർ N ആക്കിയിട്ട് അതിന് മുമ്പ് അണ്ടർസ്കോർ ആഡ് ചെയ്യും. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഡാറ്റാബേസിൽ എത്തുമ്പോൾ സബ്ജക്ട് എന്ന് പറഞ്ഞ ടേബിൾ സ്മോൾ ലെറ്ററിലായിരിക്കും, അതിനുള്ളിൽ യൂസർ അണ്ടർസ്കോർ ID എന്നായിട്ട് വരിക. അതെ, യൂസർ അണ്ടർസ്കോർ ID, യൂസർ അണ്ടർസ്കോർ നെയിം ഫുൾ സ്മോളിലേ വരുള്ളൂ. ഓക്കെ. അപ്പം DBന്റെ ആ സ്റ്റാൻഡേർഡും ഫോളോ ആയി, ഇതിന്റെ സ്റ്റാൻഡേർഡും ഫോളോ ആയി. പക്ഷെ ഇവിടെ കയറിയിട്ട് ഈ യൂസർ അണ്ടർസ്കോർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവും, പക്ഷെ അപ്പം ഗോന്റെ സാധനം പോയി. ഗോന്റെ അകത്ത് ഇങ്ങനെ കൊടുക്കുന്നത് റെക്കമെൻഡ് അല്ല. ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ഓക്കെയാണ്, ഇവിടെ എനിക്ക് ഇങ്ങനെ കൊടുത്താലും വർക്ക് ആവും. എങ്ങനെ ഡാറ്റ എടുക്കുമ്പോൾ അവർ ഇതേപോലെ മനസ്സിലാക്കുമല്ലോ അല്ലേ? ഇല്ല, അതൊക്കെ കിട്ടും. കിട്ടും. രണ്ടാമത് ID എന്ന് പറയുന്ന സാധനം ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം ഇവർ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ യൂസ് ചെയ്യണം, ID എന്ന് ഫുൾ ക്യാപ്സ്. അത് ഓട്ടോമാറ്റിക്കലി എടുത്തോളൂ, ID അവർ കംപ്ലീറ്റ്ലി സ്മോൾ ആക്കിക്കോളും. റോൾ ID വരുന്ന കേസിൽ മാത്രം ID എന്നുള്ളത് ഫുൾ ക്യാപ്സ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് യൂസർ ID അല്ല, നമുക്ക് ഇവിടെ വേണ്ടത് സബ്ജക്ട് ID ആണ്. പിന്നെ രണ്ടാമത് എൻ്റെ ഒരു ഷീർ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കുള്ള ഓരോ ടൈപ്പ് ആയിരിക്കും. നോർമലി ചില ആൾക്കാർ ആ ടേബിളിന്റെ ഐഡിക്ക് ID എന്ന് മാത്രം കൊടുക്കും, റൈറ്റ്? ID എന്ന് മാത്രം. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ എല്ലായിടത്തും സബ്ജക്ട് ID ആണോ സബ്ജക്ട് ID, ഇല്ലെങ്കിൽ എന്ത് ID ആണോ അത് ഫുൾ നെയിമിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ഫോറിൻ കീയുടെയും നമ്മൾ കീസ് റിലേറ്റ് ചെയ്യുമ്പോഴും, ഇപ്പൊ ഉദാഹരണത്തിന് സബ്ജക്റ്റിന്റെ ID ആണെങ്കിൽ സബ്ജക്ട് ID,
അപ്പൊ എന്തിന്റെ ഐ ഡി ആണോ ആ ഐ ഡിക്ക് ആ ഐ ഡി എന്നുള്ള പേര് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കേസ്. അതിന് ഐ ഡി എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. രണ്ടാമത് ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റോൾ ഐ ഡി എന്ന് പറയുന്നത്, റോൾ എന്ന് പറയുന്നത് വേറൊരു ടേബിളാണ്. അതിന്റെ ഐ ഡി വരുമ്പോൾ ഇവിടെ ചുമ്മാ റോൾ എന്ന് മാത്രം കൊടുക്കും. അത് ബെസ്റ്റ് പ്രാക്ടീസും അല്ല. റോളിന്റെ അകത്തുള്ള ഐ ഡി ആണ് എന്റെ ഫോറിൻ കീ എങ്കിൽ റോൾ ഐ ഡി എന്ന് തന്നെ മെൻഷൻ ചെയ്യാം. അപ്പൊ റോൾ ഐ ഡി മീൻസ് റോളിന്റെ അകത്തുള്ള ഐ ഡി. അപ്പം ബേസിക്കലി എനിക്ക് റോൾ ഐ ഡി എന്നുള്ള കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊരു ഫോറിൻ കീ ആണ്, അത് ഇൻഡിജർ ആണെന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് കിട്ടും. അതിപ്പോ വെറുതെ റോൾ എന്ന് മാത്രം കൊടുത്താൽ ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യം മാത്രമേ. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് ഐ ഡി ആക്കി, പിന്നെ എനിക്ക് വേണ്ടത് സബ്ജക്റ്റിന് ഒരു പേര് വേണം. സബ്ജക്റ്റിന് പേരിട്ട് ഇനി ഇത് പ്രൈമറി കീ ആണ്, ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ഞാൻ ജേസൺ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ജേസൺ എനിക്ക് നെയിമും വേണ്ട, ഇതിങ്ങനെ തന്നെ പോരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത്. പിന്നെ എനിക്ക് ഇമെയിൽ വേണ്ട, ഇതിൻ്റെ അകത്ത് എനിക്ക് റോൾ ഐ ഡി വേണ്ട, പാസ്വേഡ് വേണ്ട, ഈസ് ഡിലീറ്റഡ് വേണം. ഈസ് ഡിലീറ്റഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐറ്റം ഡി ബിന്ന് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു സാധനം വൺസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനേ പാടില്ല, അത് അവിടെ ഡി ബിയിൽ ഇരിക്കണം. അപ്പം ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈസ് ഡിലീറ്റഡ് എന്ന് പറയുന്ന ഒരു ബൂളിയൻ വാല്യൂ ആണ്, അതിന്റെ വാല്യൂ ട്രൂ ആക്കും. അപ്പം ഈ ഫെച്ച് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ സെലക്ട് ക്വറിന്റെ അകത്ത് എന്ത് ചെയ്യണം, ഈസ് ഡിലീറ്റഡ് ഫാൾസ് ഉള്ളത് മാത്രമേ ഫെച്ച് ചെയ്യാവൂ. അതെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് പർപ്പസ്, ലോഗിങ് പർപ്പസിനൊക്കെ. ഇപ്പം ഒരു സാധനം ഒരാൾ ഏതാണ്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കൂടെ ഈസ് ഡിലീറ്റഡ് ആണ് യൂസ് ചെയ്യാം. യെസ്, അപ്പം ഫെച്ച് ചെയ്യുമ്പോൾ സാധനം ഡിലീറ്റ് ചെയ്ത് ഒരു സാധനം ഡിലീറ്റ് ചെയ്യാൻ പാടുന്ന ഒരു ഐറ്റം പോലും ഡിലീറ്റ് ചെയ്ത് ഒരു യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈസ് നോട്ട് ഡിലീറ്റഡ് ഈക്വൽ ടു ഫാൾസ് കൂടി കയറ്റണം. ഓക്കെ, അത് കാരണം ഇപ്പം ഉദാഹരണത്തിന് ഒരു യൂസർ ഇപ്പം പറ്റൂടാ എല്ലാ ക്വറിയിലും ഇതിങ്ങനെ ഈസ് ഡിലീറ്റഡ് യൂസ് ചെയ്യുന്നതിന് പുറമെ പോകുന്ന എല്ലാ സാധനവും സെലക്ട് ഞാൻ കണ്ടിട്ടില്ല. മാത്രം എടുക്കണം എന്നുള്ളത് ഇല്ല, ചില സ്ഥലത്ത് നമുക്ക് ഫാൾസും ചില സ്ഥലത്ത് നമുക്ക് ട്രൂ യൂസ് ചെയ്യേണ്ടി വരും, ഡിലീറ്റ് ചെയ്തായിട്ടും. ബട്ട് നോർമലി അത് ഞാൻ കണ്ടിട്ടില്ലടാ, നോക്കണം, ഗവൺമെന്റ് അകത്ത് വല്ലതും ഉണ്ടോ നോക്കണം. അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിലും ഗവൺമെന്റ് അകത്ത് നമുക്കൊരു PR ഇട്ടിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, നോക്കാം. ഓക്കെ, അതിലൊക്കെ പിന്നെ നോക്കാം. ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഇതൊരു ഷീറ്റിലായി പോയി. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഓന് 4 സാധനം ഡിലീറ്റും ചെയ്ത് ഓൻ എന്തെങ്കിലും സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് ഓൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ ഒരു വള്ളിയും പുള്ളിയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ആ യൂസറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യാനും, ഇപ്പൊ അതുപോലെ ആക്സിഡന്റലി ഒരു ടീം എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയാണ് ഈ കാര്യം ചെയ്യുന്നത്. 1. 2 എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഡിലീറ്റ് ചെയ്താലും അതിന് ചിലപ്പോൾ പല റിലേഷൻസും കാണും. ഓക്കെ, അപ്പൊ ആ റിലേഷൻ ഉള്ളതുകൊണ്ട് ആ സാധനം എനിക്ക് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ എറർ അടിച്ചു വരും DB-ന്ന്. അത് മെയിൻലി വരുന്ന DB-ന്റെ അത് മെനി ടു മെനി മാപ്പിംഗ് വരുമ്പോഴാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ ഈ സബ്ജക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ്. ഓക്കെ, ഈ ഫിസിക്സ് എന്ന് പറഞ്ഞത് ഓക്കെ ഫിസിക്സ് എടുത്തു, നമ്മളിപ്പം സബ്ജക്ട് ബയോളജി എടുത്തിട്ട്, ബയോളജി എന്ന സബ്ജക്ട് എനിക്ക് +2 ഉണ്ടായിരുന്നു എൻ്റെ DB-ന്റെ അകത്ത്. ഈ ബയോളജി എന്ന സബ്ജക്ട് പല ക്ലാസ്സുകളായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസം എൻ്റെ ക്ലാസ് സബ്ജക്ട് റിമൂവ് ചെയ്യാന്നായിരിക്കും, ഈ ബയോളജി എന്ന സബ്ജക്ട് റിമൂവ് ചെയ്യണം. അപ്പൊ അത് എറർ അടിക്കും, കാരണം പഴയ പല ക്ലാസ്സുമായിട്ട് ഈ ബയോളജി എന്ന സബ്ജക്ട് കണക്റ്റഡ് ആയിരുന്നു. റൈറ്റ്, അപ്പൊ കണക്ഷൻ റിമൂവ് ചെയ്ത് എനിക്ക് ബയോളജി റിമൂവ് ചെയ്ത് പകരം അത് ബോട്ടണിയും സോളജിയും ആക്കാൻ പോവാ +2. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരാലോ. ഇപ്പം അല്ലെങ്കിൽ സപ്പോസ് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്ട് അവർ 2 ആക്കുന്നു, ഇല്ല 2 മെർജ് ചെയ്യുന്നു, അങ്ങനത്തെ പല കേസുകളും വരാം. അപ്പൊ അങ്ങനത്തെ വരുമ്പം അത് റിമൂവും ആഡും ചെയ്യുന്ന സമയത്ത് അതിന്റെ പഴയ എൻട്രീസ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് സപ്പോസ് ഇപ്പം S5 എന്ന ക്ലാസ് ആണെങ്കിൽ അതിന്റെ അത് ബയോളജി ഉണ്ടായിരുന്നു. ആ ബയോളജി അപ്പോൾ അതിന്റെ സബ്ജക്ട് ബയോളജി ഡിലീറ്റ് ആകുമ്പോൾ ആ പഴയ എൻട്രി ഡിലീറ്റ് ആവും, ഇല്ലെങ്കിൽ അത് എറർ അടിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പം ഈ പുതിയൊരു സാധനം ആഡ് ചെയ്യുക, അപ്പം ബയോളജിക്ക് പകരം ഇപ്പൊ അതിൽ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഈ ബയോളജി പകരം റീനെയിം ചെയ്ത് കമ്പ്യൂട്ടർ എന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റ നോക്കുമ്പോൾ അവിടെയും കമ്പ്യൂട്ടർ കാണും, പക്ഷെ അത് കറക്റ്റ് അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു പുതിയ എൻട്രി ആയിട്ട് എല്ലാ ടേബിളിലും ഈ ഈസ് ഡിലീറ്റഡും ക്രിയേറ്റഡ് ബൈയും നിർബന്ധമാണ്, ക്രിയേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ഈ ഒരു 5 ഫീൽഡ് റിക്വയർഡ് ആണല്ലേ എല്ലാത്തിലും.
ഇതൊരെല്ലാ ടേബിളിനും നിർബന്ധമാണ്. ഓക്കെ, ഇതിൽ അപ്ഡേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ഓണും എല്ലാ ടേബിളിനും നിർബന്ധമില്ല. അത് അപ്ഡേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ഓണും വരുന്ന ടേബിൾസ് ഏതാണെന്നുള്ളത് മേ ബി ഞാൻ പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പക്ഷെ ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാനും ആരാണ് ക്രിയേറ്റ് ചെയ്ത ടൈം എപ്പോഴാണെന്ന് അറിയാനും ഈ ക്രിയേറ്റഡ് ബൈയും ക്രിയേറ്റഡ് ഓണും വേണം. ഈ അപ്ഡേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ഓൺ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം ഒരു സാധനത്തിന് ഇപ്പൊ ഒരു പേരിട്ടു. ഫോർ എക്സാമ്പിൾ ഇത് ഞങ്ങളുടെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ കോണ്ടാസിന്റെ ഒരു എല്ലാ ടേബിളിലും അപ്ഡേറ്റഡ് ബൈ ക്രിയേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ഓൺ ക്രിയേറ്റഡ് ഓൺ അതിലൊക്കെ ആവശ്യം വരും. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ഒരു ക്ലാസിന്റെ ഒരു ഡാറ്റാബേസ്, അതായത് ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അതിൽ മൊബൈൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ക്ലാസ്സിന് ഇപ്പം അതിന്റെ പ്രിൻസിപ്പൾക്ക് എല്ലാ ക്ലാസ്സിലേക്കും ആക്സസ് ഉണ്ട്, ഒരു ടീച്ചർക്കും എല്ലാ ക്ലാസ്സിലേക്കും ആക്സസ് ഉണ്ട്. പ്ലസ് ക്ലാസ് ലീഡറാണ് എന്ത് ഏൽപ്പിക്കുന്നത്, അതിന്റെ അകത്തുള്ള കുട്ടികളെ ആഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഏൽപ്പിക്കുന്നത്. റൈറ്റ്. അപ്പം വൺ ഡേ ഇപ്പൊ ഒരു കുട്ടിയുടെ മൊബൈൽ നമ്പർ, നീ ഇപ്പം ഒരു പാരന്റിനെ ടീച്ചർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മൊബൈൽ നമ്പറാണ്. ഒരു ദിവസം അതിന്റെ അകത്തുനിന്ന് പാരന്റ് കംപ്ലൈന്റ് പറയാണ്, ഇപ്പം കുട്ടിക്ക് പെട്ടെന്ന് മെസ്സേജ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ DB കയറി നോക്കുമ്പോൾ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ നമ്പർ എന്ന് പറയുന്നത് വേറൊരു നമ്പർ അവിടെ കാണുന്നത്, പഴയ നമ്പർ അല്ല കാണുന്നത്, അതായത് പാരന്റ് എന്ന നമ്പർ അല്ല. മേ ബി ഇപ്പം ഒരു ക്ലാസ് ലീഡർ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ നമ്പർ മാറ്റി എന്നുള്ള സിറ്റുവേഷൻ വരാലോ. അപ്പം ഇത് ആരാണ് മാറ്റിയത് എന്ന് പറയുന്നെങ്കിൽ ഇത് ലാസ്റ്റ് ഈ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്ത് ആരാന്ന് നോക്കിയാൽ മതി. അതിനാണ് അപ്ഡേറ്റഡ് ബൈ എന്ന് പറയുന്ന ഫീൽഡും അപ്ഡേറ്റഡ് ഓൺ എന്ന് പറയുന്ന ഫീൽഡും വെക്കുന്നത്. ഓക്കെ, അത് പക്ഷെ ക്രിയേറ്റ് ചെയ്ത് വേറെ ആളായിരിക്കും. ആ ക്രിയേറ്റ് ചെയ്ത് ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ആ ടീച്ചർ ആയിരിക്കാം, ഇല്ല ആ സ്റ്റുഡന്റ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്ത് വേറെ ആളായിരിക്കും. ഓക്കെ, ഞങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇപ്പം ടീം എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ ടീംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത്. അപ്പൊ ആ ടീം ക്രിയേറ്റ് ചെയ്ത ആളായിരിക്കും ഓണർ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഓണർ എന്നൊരു ഫീൽഡും കൂടെ വരുന്നുണ്ട്. അപ്പൊ ക്രിയേറ്റ് ചെയ്ത ആൾ എപ്പോഴും ഈ ഓണർ ആയിരിക്കും. പക്ഷെ ലേറ്റർ ഇയാൾ ചിലപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഞാൻ വേറെ ആളെ ഓണർ ആക്കുകയാണ്. അപ്പോഴും ക്രിയേറ്റ് ചെയ്ത ആള് ഈ A എന്ന് പറഞ്ഞ ആളാണ്, പക്ഷെ ഓണർ B ആയി. ശേഷം ഈ ഓണർ വേറെ ആൾക്ക് ഈ ടീമിന്റെ അത് അഡ്മിൻ പെർമിഷൻ കൊടുക്കുകയാണ്. പുള്ളിക്കാരൻ ഈ ടീമിന്റെ നെയിം ഒന്ന് മാറ്റി, ഇല്ല ടീമിന്റെ പിക്ചർ മാറ്റി. അപ്പൊ അപ്ഡേറ്റ് ചെയ്ത ആള് ഈ C എന്ന് പറയുന്ന ആളാണ്. ആദ്യം DB ഈ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ Aയും Bയും A എന്ന് പറയുന്ന ആളായിരുന്നു ഓണറും ക്രിയേറ്റഡും അപ്ഡേറ്റഡും. ഇയാൾ ഓണർ ബീനാക്കിയതോടുകൂടി ഓണർ A ആയി B ആയി ക്രിയേറ്റഡ്. ഈ C എന്ന് പറഞ്ഞ ആൾക്ക് B ആക്സസ് കൊടുത്തു. ഈ C എന്ന് പറഞ്ഞ ആൾ ഇതിന്റെ നെയിമും പ്രൊഫൈൽ പിക്കും മാറ്റിയോടുകൂടി ഓണർ A ക്രിയേറ്റഡ് A ഓണർ B C എന്ന് പറയുന്ന ആൾ മോഡിഫൈഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ്. ഓക്കെ, അതിനാണ് ഈ 5 ഫീൽഡ്. അപ്പം ഇവിടെ അപ്ഡേറ്റഡ് ഇല്ല മോഡിഫൈഡ് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. രണ്ട് കീവേഡ് ആണെങ്കിലും ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി എനിക്ക് ജെയ്സന്റെ സാധനങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ എടുത്ത് ഡിലീറ്റഡ് ജെയ്സൺ. കാരണം ഞാൻ ഈ സാധനം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ വെയിറ്റ്, എനിക്ക് ജെയ്സൺ വേണം. കാരണം ഞാൻ എൻ്റെ സബ്ജക്ട് നെയിമും മറ്റേതും മാത്രം ഫ്രണ്ട് എൻഡ് കിട്ടിയാൽ മതി. എനിക്ക് ഈ ഡിലീറ്റഡ് തന്നെ എൻ്റെ സാധനം ഫ്രണ്ട് എൻഡിലേക്ക് പോകണ്ട. അപ്പം ഫ്രണ്ട് എൻഡിലേക്ക് പോകണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ചുമ്മാ ഹൈഫൺ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും വാല്യൂ ഫ്രണ്ട് എൻഡിലേക്ക് പോവുകയല്ല. ഓക്കെ, ഇപ്പം കണ്ടോ, ഇപ്പം ഞാൻ ഈ സബ്ജക്ട് എന്ന സാധനം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ഫീൽഡും എനിക്ക് വരും. പക്ഷെ ഈ ഹൈഫൺ ജെയ്സൺ ഹൈഫൺ ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് പോകില്ല. അപ്പൊ എനിക്ക് നെയിം എന്റെ നെയിമും ID മാത്രം എനിക്ക് ഫ്രണ്ട് എൻഡ് കിട്ടുള്ളൂ. പക്ഷെ ഫ്രണ്ട് എൻഡിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണേൽ അയക്കാം. ഓക്കെ, പക്ഷെ എനിക്ക് ഫ്രണ്ട് എൻഡിൽ ഫെച്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം ഇതൊക്കെ നമ്മുടെ ബാക്ക് എൻഡ് വാലിഡേഷനും കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇത് ഫ്രണ്ടിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ യൂസറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഹാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയറിൻ്റെ അകത്ത് എനിക്ക് സബ്ജക്റ്റിൻ്റെ നെയിം മാത്രം ഇവിടെ അപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് യൂസർ അല്ല, സബ്ജക്റ്റ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിന് ഞാൻ സബ്ജക്റ്റ് എന്ന് തന്നെ പേര്,
subject dot user id equal to 0, subject dot subject equal to ഇതിൻ്റെ അകത്ത് subject ഇതിൻ്റെ അകത്ത് വല്ല എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റിമൂവ് ആയിക്കോളും ഇത് ചെയ്യുന്നോട്. പിന്നെ സ്പേസ് ട്രിം ആവും. അപ്പൊ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. സബ്ജക്ട് നെയിം ആണോ? ഓക്കെ സബ്ജക്ട്. ഓക്കെ, അപ്പം പ്രിപ്പയറിനകത്ത് ഞാൻ അങ്ങനത്തെ ഇവിടെ എനിക്ക് ഇനി കൂടുതൽ വാലിഡേഷൻസ് വരും. അത് ഞാൻ വരുമ്പോൾ ഓൺ ദ ഗോൾ അങ്ങനെ ആഡ് ചെയ്ത് ഇനി എനിക്ക് സേവ് ചെയ്യണം. എല്ലാ സബ്ജക്ട്സും എനിക്ക് ഫെച്ച് ചെയ്യണം. ഫൈൻഡ് സബ്ജക്ട് ബൈ ഐ ഡി എനിക്ക് ആവശ്യമില്ല. ഒരു സബ്ജക്റ്റിന് അതിന്റെ ഐ ഡി വെച്ച് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പകരം ആ സബ്ജക്റ്റിന്റെ അകത്തുള്ള എല്ലാ ഇതുമായിരിക്കും എനിക്ക് എടുക്കേണ്ടി വരിക, ടോപ്പിക്സും. ഒരു സബ്ജക്റ്റിന്റെ അകത്ത് ടോപ്പിക്സ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് ഞാൻ കോപ്പി ചെയ്യുന്നില്ല. അപ്ഡേറ്റ് സബ്ജക്റ്റ് എനിക്ക് ചെയ്യേണ്ടി വരും, ഡിലീറ്റ് സബ്ജക്റ്റ് എനിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ബേസിക്കലി 4 മെത്തേഡ്സ് ആയിരിക്കും എനിക്ക് വേണ്ടി വരിക. ആദ്യം സേവ് യൂസർ എന്നുള്ളത് മാറ്റിയിട്ട് സബ്ജക്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് DB ഓക്കെ ഇവിടെ നമുക്ക് ഇത് റിട്ടേൺ ഇവർ സബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നില്ല. എനിക്ക് സബ്ജക്റ്റ് സേവ് ചെയ്യുമ്പോൾ എനിക്ക് സബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നതാണ് എനിക്ക് ആവശ്യമില്ല. കാരണം അത് സേവ്ഡ് ആണോ അല്ലെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആ സബ്ജക്റ്റ് സേവ് ചെയ്ത സബ്ജക്റ്റ് ഞാൻ പിന്നെ തിരിച്ചു കൊണ്ടുപോയി ഫ്രണ്ട് എൻഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എറർ മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം റിട്ടേൺ ഞാൻ റിമൂവ് ചെയ്തു. ഇനി ക്രിയേറ്റ് ഇവിടെ യൂസർ അല്ല നമുക്ക് വേണ്ടത്, സബ്ജക്റ്റ് ആണ്. ആ സെയിം സബ്ജക്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ക്ലീൻ ആയല്ലോ. ഇത് കുറേ സാധനമൊക്കെ ഇത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തോളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് ഓക്കെ ഇതിലൊക്കെ ഓരോന്നായിട്ട് വരാം. അതാണല്ലോ ഇവിടെ ഈ ലിസ്റ്റ്. ഓക്കെ, ഇവിടെ എനിക്ക് റിട്ടേൺ ചെയ്യാം കേട്ടോ. ഇവിടെ എനിക്ക് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് വേണം. കാരണം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫൈൻഡ് ഓൾ സബ്ജക്ട്സ് ആണ്. ഇവിടെ എനിക്ക് സബ്ജക്റ്റ് റിട്ടേൺ ചെയ്യണം. ഇതും സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ക്വറി നോക്കാം. എനിക്ക് ഡീബഗ്ഗിങ്ങിൻ്റെ ആവശ്യമില്ല. ഡീബഗ്ഗിങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ആപ്പ് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഏത് SQL ക്വറിയാണ് റൺ ചെയ്തതെന്നും കൂടി കാണിക്കും. അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇടയ്ക്കപ്പോൾ ഞാൻ ഡീബഗ്ഗിങ് ഇട്ട് കാണിച്ചു തരാം. ക്രിയേറ്റ് സബ്ജക്റ്റ് എനിക്ക് ഇത്രയും മതി. എറർ ഉണ്ടെങ്കിൽ എറർ കിട്ടണം. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. അപ്പോൾ സേവ് സബ്ജക്റ്റ് ഫൈൻഡ് ഓൾ സബ്ജക്ട്സ്. ഓക്കെ, സബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് എൻ്റെ സബ്ജക്ട്സ് പോകാൻ പോകുന്ന ടൈപ്പ് ഓഫ് സബ്ജക്ട്സ് ആണ്. ഇനി സബ്ജക്ട്സ് എന്ന് പറയുന്ന സാധനമാണ് ഞാനിവിടെ ഫൈൻഡിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓക്കെ, എനിക്ക് ഇവിടെ മോഡൽ വേണ്ട, ഡീബഗ് വേണ്ട, ഒന്നും വേണ്ട, ലിമിറ്റും വേണ്ട. സബ്ജക്റ്റ് ഒക്കെ കൂടിപ്പോയ ഒരു 20 എണ്ണേ വരില്ല. എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്, മൊത്തം പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എനിക്ക് വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സബ്ജക്ട്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് സബ്ജക്റ്റ് ആണ്. കണ്ടോ? പകരം ഞാൻ ഇവിടെ ചുമ്മാ സബ്ജക്റ്റ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു ഐറ്റം മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഇത് ഇങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, VR സബ്ജക്റ്റ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതൊക്കെ ജസ്റ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ഇങ്ങനെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് സബ്ജക്റ്റും വരുമോ? സോറി, ഇവിടെ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ഇനി സ്റ്റാർ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ എടുത്തു. ഓക്കെ, റിട്ടേൺ. ഓക്കെ, ഇൻ കേസ് ഇതിപ്പോൾ എറർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എംപ്റ്റി സബ്ജക്ട്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി അല്ല സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സബ്ജക്റ്റും എറർ എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്തിനാ എറർ കൊടുത്തു എനിക്ക് മനസ്സിലായില്ല. നെല്ല് കൊടുത്താൽ നെല്ലാണ് വേണ്ടത്.
ഞാൻ കൊടുത്തായിരുന്നു. അല്ലല്ല, യൂസേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഗെറ്റിൻ്റെ അകത്ത് സക്സസ് ആണെങ്കിൽ അശ്മിൻ ഒരു മിനിറ്റ് അതോടെ ഇപ്പം ഇതാണ് എറർ. അതായത് ഈ ഞാൻ DB.find ഫൈൻഡ് ഈ എറർ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പൊ എറർ നോട്ട് ഈക്വൽ ടു നിൽ എന്ന് പറഞ്ഞാൽ എറർ എന്തോ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ റിട്ടേൺ ചെയ്യുന്നത് ഒരു എംപ്റ്റി ഒബ്ജക്റ്റും എററും. ഇനി അതല്ല എറർ ഒന്നും ഇല്ലെങ്കിൽ റിട്ടേൺ നില്ലും ഒബ്ജക്റ്റും. ഓക്കെ, ഇവിടെ ഇയാളെ യൂസ് ചെയ്ത് ചുമ്മാ യൂണിഫൈ ആക്കി വെക്കാനാണ്. കാരണം ഇയാളെ ഓൾറെഡി നില്ലാണ്. ഇവിടെ എറർ നോട്ടിക്കൽ നില്ലാണ് ഇതിൽ വന്നു. അപ്പൊ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എറർ നില്ലാണ്. ഓക്കെ, ഇതിവിടെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഈ അടുത്ത ലൈനിലേക്ക് വരില്ല. ഇവിടെ എൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൽസ് കൊടുക്കുന്നത് കാരണം ഇവിടെ റിട്ടേൺ ആയി ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി യൂസർ. അപ്പോൾ സബ്ജക്റ്റ് ഡോട്ട് പ്രിപ്പയർ. അപ്പം സബ്ജക്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതായത് സബ്ജക്റ്റിന് പ്രിപ്പയർ കോളാകുമ്പോൾ അതിൻ്റെ അകത്ത് ആ യൂസർ നെയിമിൽ അൺവാണ്ടഡ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പിന്നെന്താ അതിൻ്റെ ആ സ്പേസ് കാര്യങ്ങളൊക്കെ പോകും. ഞാൻ അതിൽ കൂടുതൽ വാലിഡേഷൻ ആഡ് ചെയ്യും. തൽക്കാലം ഇപ്പം ചെയ്തിട്ടില്ല, പിന്നെ ചെയ്യാം. പിന്നെ യൂസർ ഡോട്ട് മോഡൽ. ഓക്കെ, ഞാൻ ഈ അപ്ഡേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേനും ഗൂഗിൾ തരുന്നത് എങ്ങനെയാണ്? അതിപ്പോ ശരിയാ. റെഡിയാ? പോയോ? ഹലോ 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 പാർട്ടിക്കാർ ആക്ടിയ ഇല്ല, ഇതല്ല. BSNL ഇങ്ങനൊക്കെ കിട്ടോടോ പറ്റി? ഇയാളെ കളിയാക്ക കിട്ടുന്നില്ല. കാണില്ല, സ്ക്രീൻ സ്റ്റക്ക് ആയി. അപ്പൊ അപ്ഡേറ്റ് സ്ക്രീൻ സ്റ്റക്ക് ആയോ? ഇപ്പോഴോ വന്നു, പക്ഷെ എവിടെയോ സ്റ്റക്ക് ആയിണ്ട്. ഇടക്ക് വരുന്നു പോകുന്നു. അത് കാര്യാക്കണ്ട. ഇപ്പം വല്ലതും കാണുന്നുണ്ടോ? ഇപ്പൊ എന്റെ അപ്ഡേറ്റ് ചേഞ്ച് ഫീൽഡ് അത് തന്നെ. ഫോറമിന്റെ അകത്ത് കയറി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ കാണാം. പല രീതിക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ പല മെത്തഡും കാണാം. ഉണ്ടോ? സ്റ്റക്ക് ഉണ്ട് ചെറുതായിട്ട്. ബട്ട് ഓക്കെ, നമ്മൾ പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു അപ്ഡേറ്റ് മെത്തേഡ് ഉണ്ടായിരുന്നു. അത് അവിടെ പോയി. നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലെ, ആക്റ്റീവ് അല്ലെങ്കിൽ ഈസ് ഡിലീറ്റഡ് ഈക്വൽ ടു ഫാൾസ്. അതാണ്. അതെ, ഒരു മിനിറ്റ്. അപ്പം DB ഡോട്ട് എനിക്ക് ഡീബഗ് വേണ്ട, മോഡൽ വേണ്ട, രണ്ടും വേണ്ട. വേറെ ID ഈക്വൽ ടു റൂട്ടർ ID. ഈ ടേക്കും എനിക്ക് വേണ്ട. എന്നിട്ട് അപ്ഡേറ്റ് കോളംസ് എന്ന് പറയും. ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ട്
ഇങ്ങനെ എന്തോ മെത്തേഡ് ഉണ്ട്, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്ഡേറ്റ് യാ ഇത്ര പണിയുള്ള അപ്ഡേറ്റ് ചെയ്യാൻ, വെറുതെ അവന്മാർ ആവശ്യമില്ലാത്ത സാധനം കയറ്റി വിട്ടിട്ടാ. ഓക്കെ, കണ്ടോ ആ സബ്ജക്റ്റിലുള്ള അപ്പൊ ഇവിടെ ഐഡി വേറെ അവിടെ സബ്ജക്റ്റ് ഐഡി ഡിവിയിലുള്ള പേര് കാരണം. ഇനി യു ഐ ഡി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്നുണ്ട്. യു ഐ ഡി ആവശ്യം ഇല്ല, ഇത് ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ സബ്ജക്റ്റിന്റെ അകത്ത് ഒരു ഐ ഡി വരുന്നുണ്ടാവും. സബ്ജക്ട് ഡോട്ട് ഐ ഡി എന്ന് വിളിച്ചാൽ പോരെ? സബ്ജക്റ്റിന്റെ അകത്ത് അതുകൂടെ കൊടുത്താൽ മതി, സബ്ജക്ട് ഐ ഡി. ഇനി ആ ഐറ്റം ഇൻ കേസ് അത് ഡിലീറ്റഡ് ആണെങ്കിൽ അത് അപ്ഡേറ്റ് ആയത് is deleted equal to comma false. Okay. ഇനി ഈ റിട്ടേണിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡീവിൻ്റെ എറർ ഒന്നും, എനിക്ക് എറർ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എനിക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഇനി ഇതെന്താ ഡിസ്പ്ലേ ദ അപ്ഡേറ്റഡ് യൂസർ, ആവശ്യമില്ല, എനിക്ക് വേണ്ട, എനിക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി എനിക്ക് യൂസറിന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഫൈൻഡ് ഓൾ അടിച്ചു, എല്ലാ സബ്ജക്റ്റും കിട്ടി, സബ്ജക്റ്റ് സേവ് ചെയ്തു. ഇനി അപ്ഡേറ്റിന് ഞാനൊരു പ്രിപ്പയർ കമന്റ് വേറെ എഴുതും. അതെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ സബ്ജക്ട്സിന്റെ അകത്തൊക്കെ തിരിച്ചു ഇവിടെ പ്രിപ്പയറിന്റെ അകത്ത് പ്രിപ്പയർ എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് പ്രിപ്പയർ നോക്കിയ പ്രിപ്പയർ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ക്രിയേറ്റിൻ്റെ അകത്ത് മാത്രം വെച്ചാൽ മതി. ഓക്കെ ഫൈൻ, ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റഡ് ബൈ. പക്ഷെ എനിക്ക് ഈ പ്രിപ്പയറിൻ്റെ അകത്ത് ശരിക്കും അറിയില്ല, അവിടെയാണ് അതിന്റെ പ്രശ്നം. അത് മറ്റോടത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇത് ഇവിടെ അതെ, നമ്മളത് അയക്കുന്ന നേരത്തെ നമുക്കത് ചെയ്തിട്ട് അയക്കാം, അതാണ് അതിന്റെ ഏറ്റവും നല്ലത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സേവിന്റെ അകത്ത് നമുക്ക് ടൈം നമുക്ക് ഒബ്ജക്റ്റിന്റെ മോഡലിന്റെ അകത്ത് അറിയാം. അപ്പം സേവിന്റെ അകത്ത് ഇത് സേവ് ചെയ്യുന്നതിന്റെ മുന്നേ സബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റഡ് ഓൺ ഈക്വൽ ടു ടൈം. അത് അശ്വിനി ഒരു കാര്യം, ഈ ടൈം ഈ ഇവിടുന്നാണോ ഫ്രണ്ട്-എൻഡിൽ നിന്ന് ടൈം പാസ് ചെയ്യല്ല? ഫ്രണ്ട്-എൻഡിൽ നിന്ന് അത് പാടില്ല, കാരണം ഫ്രണ്ട്-എൻഡ് പല റീജിയനിലായിരിക്കാം, ചിലപ്പോൾ അവരുടെ സിസ്റ്റത്തിന് ടൈം തെറ്റായി കിടക്കാം, അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ സെർവർ ടൈം എടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ. അപ്പൊ ആ ഫ്രണ്ട്-എൻഡിൽ ആ പാസ് ചെയ്യുമ്പോ അവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുമ്പോ ഒന്നും ഉണ്ടാവരുത് അതില്. ക്രിയേറ്റഡ് ബൈ ഉണ്ടാവും, അതിന്റെ അകത്ത് ക്രിയേറ്റഡ് ബൈ ഉണ്ടാവരുത്, അതും സെർവർ നടക്കണം. അതിന്റെ ടോക്കൺ ജസ്റ്റ്, കാരണം ക്രിയേറ്റഡ് ബൈ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ? ക്രിയേറ്റഡ് ബൈ അതെ, അവിടെ നിന്ന് എടുത്താനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന റിക്വസ്റ്റ് അവർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്രിയേറ്റഡ് ഓൺ ടൈം ഒക്കെ അവർ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് അവിടെ നിന്ന് മോഡിഫൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ യൂസർ ID 6 ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അവർ യൂസർ ID 10 എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ 10 എന്ന് അയക്കും കയറി പോകും. പക്ഷെ അത് ടോക്കൺ എടുക്കുമ്പോൾ അത് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള സാധനമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ ടൈമിന് ഏതാണ്ട് ഒരു സീൻ കാണുന്നുണ്ട്. എക്സ്പ്രഷൻ ടൈം ഡോട്ട് ടൈം അല്ല, ടൈം ഡോട്ട് നൗ. അപ്പൊ ഇവിടെ ടൈം ഡോട്ട് നൗ ആണ്. അപ്പൊ അത് ഓക്കെ, അത് ഇനി ഇവിടെ സബ്ജക്ട് അപ്ഡേറ്റ് യൂസറിന് നമ്മൾ പ്രിപ്പയർ കോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? യെസ്, നമ്മളതിന്റെ പേര് പ്രിപ്പയർ ക്രിയേറ്റ് ആക്കിയപ്പോൾ പ്രിപ്പയർ ക്രിയേറ്റ് അപ്ഡേറ്റിന്റെ അകത്ത് ഇത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പ്രിപ്പയർ എഴുതിയോണ്ടാട്ടോ ഇത് ഇത്ര വൃത്തി കാണാൻ, അല്ലെങ്കിൽ ഇതിൽ പണിയെടുക്കാനേ തോന്നൂല. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം?
പ്രിപ്പയർ ചെയ്യണം ക്രിയേറ്റിൻ്റെ അകത്ത്. ഓക്കെ, ക്രിയേറ്റിൻ്റെ അതും പ്രിപ്പയർ ചെയ്തു, അപ്ഡേറ്റിൻ്റെ അതും പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്തതിന് ശേഷം സബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് ക്രിയേറ്റഡ് ആണോ? അതിൻ്റെ അതും അപ്ഡേറ്റിൻ്റെ അത് അപ്ഡേറ്റഡ്. ഓക്കെ, അപ്പം അത് രണ്ടിടത്തും കയറി. ഐ തിങ്ക് ഓൾ സെറ്റ്. പിന്നെ എല്ലായിടത്തും ഒരേ ഓർഡർ കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് സെറ്റ് ചെയ്തത്, ശേഷമാണ് പ്രിപ്പയർ ചെയ്തത്. അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ടൈം സെറ്റ് ചെയ്യുന്ന. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ടൈം ക്രിയേറ്റഡ് ബൈ കൊടുക്കപ്പെടാൻ അറിയില്ല ആരാ ചെയ്യുന്നത്. അത് നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്യും. നമ്മൾ എവിടെ അപ്ഡേറ്റ് യൂസർ കോൾ ചെയ്യാൻ പോകുന്നു അവിടുന്ന് സെറ്റ് ചെയ്ത് വിടും. ഫ്രണ്ട് എൻഡ് ഹാൻഡലറിന്റെ അകത്തല്ലേ ഇത് കോൾ ചെയ്യാൻ പോകുന്നത് മോഡല്. അപ്പൊ ഹാൻഡലർ സെറ്റ് ചെയ്യും. ഹാൻഡലർ നമുക്ക് യൂസറിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇനി യൂസറിന്റെ അകത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അപ്ഡേറ്റ് ചെയ്ത് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ സാധനം അപ്ഡേറ്റ് ചെയ്തൊക്കെ വിട്ടേക്കുന്നു. ആ പറഞ്ഞ ഈ ആർട്ടിക്കിൾ എഴുതിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ കുറെ സാധനങ്ങൾ അതിന്റെ ആവശ്യമില്ല. അതിന്റെ അത് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. db.delete email എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഫ്രം ഇമെയിൽസ് വേർ id equal to 10. ഇല്ലില്ല, അതിനുള്ള സാധനം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇതിലൂടെ കണ്ടോ, ഈ മോഡൽ ഹാസ് എ deleted at field, you will get soft delete ability automatically. When calling delete, the record will not be permanently removed and database rather the deleted at value will be set to the current time. അപ്പൊ ഇങ്ങനെ സാധനം ഉണ്ട്. വേണമെങ്കിൽ സാധനം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ അതെ, ഇതിപ്പം ഡിലീറ്റഡ് ആക്ട് എന്ന് പറഞ്ഞ സാധനം അതിന്റെ അകത്ത് ഉണ്ടാവണം, എന്നാലേ ഈ സംഗതി വർക്ക് ആവുള്ളൂ. ഇപ്പം അപ്പൊ അതിന് പകരം നമ്മളിപ്പോ തൽക്കാലം അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നു. അപ്ഡേറ്റിന്റെ അകത്ത് അപ്ഡേറ്റ് കോളംസ് ഇവിടെ നമ്മൾ ഇത് എടുക്കണ്ട. അവിടെ സബ്ജക്ട് ഈ സബ്ജക്ട് അപ്പൻഡ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് സബ്ജക്റ്റിന്റെ ഡോട്ട് എന്താ പറയാ ഈസ് ആ സംഭവം കൊടുത്താ പോരെ, ഈസ് ഡിലീറ്റഡ് ട്രൂ. ഈ വേറലോ അല്ല, അതൊക്കെ അതേപോലെ തന്നെ. അതിന്റെ തൊട്ട് മുകളിൽ സബ്ജക്ട് ഡോട്ട്. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പൊ എന്ന് പറയുമ്പോ ആ കംപ്ലീറ്റ് സബ്ജക്റ്റ് ഇല്ലേ, അത് മൊത്തം അപ്ഡേറ്റ് ആവും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. വെറുതെ SQL-ന് അധിക പണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഈ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡലിനകത്ത് ഇപ്പോൾ 6 ഫീൽഡ് ഉണ്ട്. 6 ഫീൽഡിന് അവന്മാർ അപ്ഡേറ്റ് പോകണം. അപ്ഡേറ്റ് സെറ്റ് ഫീൽഡ് 1 equal to വാല്യൂ, കോമ ഫീൽഡ് 2 equal to വാല്യൂ എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ആവശ്യമില്ല. നമുക്ക് പകരം കാണിച്ചു തരാം. വേറെ കോഡുണ്ടാവും. അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്ഡേറ്റ്സ് പോലെയാണ്. ഓക്കെ, അപ്പം ID equal to എന്നുള്ളടുത്ത് പകരം സബ്ജക്റ്റ് അണ്ടർസ്കോർ ID equal to ഇവിടെ എന്ത് കൊടുക്കുക, സബ്ജക്റ്റ് ഡോട്ട് സബ്ജക്റ്റ് കൊടുക്കുക.
ഇതിൽ ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് എന്തും കൂടെ നീ ഈസ് ഡിലീറ്റഡ് ഇന്റിജർ ആണോ കൊടുത്ത് 0 ആണോ? അത് 1 കൊടുത്തു കഴിഞ്ഞാലും ട്രൂ ഫോൾസ് കയറി പോകും. ഇവിടെ എനിക്ക് ട്രൂ കൊടുത്താൽ 2 കൊടുത്താലും കയറി പോകും, കുഴപ്പമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈസ് ഡിലീറ്റഡിന്റെ കൂടെ കോമ ഇട്ടിട്ട് ഇവിടെ കോമ ഇട്ടാൽ മതിയാവും. ഇവിടെ വേണമെങ്കിൽ ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യുന്ന കമന്റ് കൊടുത്ത് അയക്കുമ്പോൾ നേരെ മോളിൽ ചെയ്ത് വിടാം. അതായത് അപ്പോൾ അത് അപ്ഡേറ്റ് ആകുകയില്ല. അതായത് ഞാൻ പറഞ്ഞത് ഓക്കെ, അത് ലേറ്റർ ചെയ്യാം, ഇപ്പൊ ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്ത ആളുടെ പേരും ഡിലീറ്റ് ചെയ്ത ആളുടെ ഡിലീറ്റ് ചെയ്യുന്ന സമയം കൂടെ അപ്ഡേറ്റഡ് ഓണിലും അപ്ഡേറ്റഡ് ബൈയിലും കയറ്റില്ല. അതാകുമ്പോൾ ഡിലീറ്റഡ് ഫോൾസ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത ആളാണ്, അത് അപ്ഡേറ്റ് ഓപ്പറേഷൻ അല്ല ശരിക്കും. അപ്പൊ ആ ആൾ ആരാന്നുള്ളതും ടൈം എപ്പോഴാന്നുള്ളതും കൂടിയും കിട്ടും. ഓക്കെ, അത് പിന്നെ ചെയ്യാം. തൽക്കാലത്തേക്ക് നമ്മൾ ഫങ്ഷനാലിറ്റി ഓർക്കാൻ ഇത്രയും മതി. അപ്പം അപ്ഡേറ്റ് യൂസർ വേർ ഈസ് ഡിലീറ്റഡ് ഈക്വൽ ടു ചെയ്തു, ഫൈൻഡോട് കൊടുത്തു, ഇവിടെ ഫൈൻഡ് കൊടുത്തു. ഇതിന്റെ മുമ്പ് നമുക്ക് വേറെ ആഡ് ചെയ്യണം. നീ അപ്ഡേറ്റ് യൂസർ എന്നാ കൊടുത്ത, അപ്ഡേറ്റ് സബ്ജക്റ്റ് അല്ലേ? അപ്ഡേറ്റ് സബ്ജക്റ്റ് ഡിലീറ്റ് സബ്ജക്റ്റ് സേവ് സബ്ജക്റ്റ്. ഈ ഫൈൻഡ് ആപ്പ് കൂടി എന്ത് ചെയ്യണം, വേറെ ആപ്പ് ഈ സ്കോർ ഡിലീറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് കോമ ഫോൾസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സംഗതി ഏകദേശം ക്ലീൻ ആയില്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡ്ലേഴ്സ് എഴുതണം, റൂട്ടേഴ്സ് എഴുതണം, അത് രണ്ടുമാണ് പണി. ഓക്കെ, അപ്പം നമ്മൾ ഹാൻഡ്ലേഴ്സ് പോകുന്നു. ഹാൻഡ്ലേഴ്സിൻ്റെ അകത്ത് ന്യൂ ഫയൽ, ഇതിന്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഹാൻഡിൽ കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരെ യൂസർ ഹാൻഡിലൊക്കെ വരുന്നു. ആദ്യം നമുക്ക് ഇമ്പോർട്ട് പാക്കേജ് യൂസർ ഇത്രയും ഞാനങ്ങ് എന്നിട്ട് ഈ സാധനം ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ലല്ലോ. അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സബ്ജക്ട് വേണ്ട, കാരണം ഇത് സബ്ജക്ട് മാത്രമായിട്ട് ഞാൻ എടുക്കാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. ഡിലീറ്റ് യൂസർ, എൻ്റെ അമ്മ എന്തൊക്കെ ഇവിടെ എഴുതിച്ചിരുന്നു. ഒക്കെ ഞാനെടുത്ത് റിമൂവ് കേട്ടോ. അതൊക്കെ ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതിലൊക്കെ അടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് പാക്കേജ് ഹാൻഡ്ലേഴ്സ് യൂസർ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ ബോർഡിൻ്റെ അകത്തുനിന്ന് മൊത്തം റീഡ് ചെയ്തു കറക്റ്റ്, പക്ഷെ നമ്മുടെ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇതിൻ്റെ പേര് സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ, ഇനി സബ്ജക്റ്റ് ഡോട്ട് പ്രിപ്പയർ എന്ന് ചെയ്യണം, സബ്ജക്റ്റ് ഡോട്ട് സേവ് ചെയ്യണം, ഹെഡർ ഡോട്ട് ലൊക്കേഷനോ, ഈ ലൊക്കേഷൻ സേവ് സബ്ജക്റ്റ് എന്തായാലും അവിടെ എറർ അടിക്കല്ലോ. യൂസർ ക്രിയേറ്റഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമ്മൾ അവിടുന്ന് സേവ് ചെയ്യുമ്പോൾ സാധനം റിട്ടേൺ അയക്കുന്നില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മളിവിടെ ജേസന്റെ അകത്ത് നമുക്ക് റിട്ടേൺ വേണ്ടല്ലോ, പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ ഒരു സ്ട്രിങ് സക്സസ്ഫുൾ, നമ്മളിവിടെ ഒരു സ്ട്രിങ് കൊടുത്തു. ഇനി വല്ലതും ഇവിടെ എന്താ, നോ വേരിയബിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ്. ഇതിപ്പം എന്തൊക്കെ ഡബ്ല്യു ഇത് പോവും അതിന്റെ കൂടെ സ്റ്റാറ്റസ് കോഡ്. ഡബ്ല്യു 201 സ്റ്റാറ്റസ് കോഡും പോയി. ഡബ്ല്യു എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ റെസ്പോൺസ് റൈറ്റർ, അതിലൊക്കെ അല്ലേ പോകുന്നത്. സബ്ജക്ട് ഓക്കെ ഓക്കെ ഫൈൻ 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 ഫൈൻ. സബ്ജക്ട് എന്ന് പറയുന്നത് മെസ്സേജ് പോവും.
മനസ്സിലായി? അതിൽ കുറച്ചുകൂടെ ഞാൻ ഇതിൽ കുറച്ചുകൂടെ മാറ്റം വരും. ഈ റിട്ടേൺ ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ് കോഡ് വേറെയും ഇനിയിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകും. എന്നിട്ട് ഇത് മെസ്സേജ് എന്ന പാർട്ടിലേക്ക് പോകും, ഈ ഡാറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാം. അത് കുറച്ചിട്ട് ഇപ്പോഴത്തെ ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർ പറയുന്ന എറർ എന്ന് പറയുന്നത് വീണ്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ്. അത് എറർ ഈക്വൽ ടു അൺമാർഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എറർ ഉണ്ട്. ആ എററിൻ്റെ മുകളിൽ തന്നെ ഇത് ഇവിടെ കോളം ആവശ്യമില്ല. ഇതിലുള്ള എല്ലാ സാധനവും നമുക്ക് ആവശ്യമില്ല. ഇനി subject get subject. Find subjects എന്നുണ്ട്. അല്ലേ ഓക്കെ, ഇത് ലിസ്റ്റാണ്. ഓക്കെ, അത് ഞാനിവിടെ മാറ്റിയിട്ട് ഇത് കാര്യം മനസ്സിലായി. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് അവിടെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വേർ സബ്ജക്റ്റ് ഇങ്ങനെയല്ല കൊടുത്തത്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പം എന്തോ കാര്യമായിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ അതിനെപ്പറ്റി. വീണ്ടും ചെയ്തില്ല. ഓ, ഇവിടെ എന്തിനാണ് പറയുമ്പോൾ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. റിട്ടേൺ ടൈപ്പ് ആണോ? ഈ ഫൈൻഡ് ഓൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ മുകളിൽ വിളിക്കേണ്ട സാധനമല്ല. ശരി, അതിന്റെ അറേഞ്ച് ഒബ്ജക്റ്റിന്റെ മുകളിൽ വിളിക്കാം. പക്ഷേ ആ ഒബ്ജക്റ്റ് അല്ല റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസർ ഹാൻഡറിൽ വേറെ യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവുമോ? വേറെ യൂസ് ചെയ്തോണ്ടാണോ മറ്റോടത്ത് അങ്ങനെ ഒരു യൂസേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഡോട്ട് ഫൈൻഡ് ഓൾ യൂസറാണ്. ഓക്കെ, അത് രണ്ടും രണ്ട് വേരിയബിൾ ആയിട്ട് എടുത്തുകൊണ്ടാണ്. ഇവിടെ സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇത് സബ്ജക്ട്സ് ആണ്. ഈ സബ്ജക്ട്സ് അവിടെ യൂസ് ചെയ്തിട്ടാണ് സബ്ജക്ട്സ് റിട്ടേൺ ചെയ്താണ്. അതായത് ഇത് കോൾ ചെയ്യുന്ന സബ്ജക്റ്റിന്റെ മോഡലിന്റെ മുകളിലാണ്, പക്ഷെ റിട്ടേൺ ചെയ്യുന്നത് സബ്ജക്ട്സ് ആണ്. ഓക്കെ ഓക്കെ, ആ ഒരു മാറ്റമുള്ളൂ. അത് ശരിക്കും അത് സബ്ജക്റ്റിന്റെ മുകളിലാക്കിയതിൽ ഇപ്പം വലിയ ബെനിഫിറ്റ് ഇല്ലാന്നായി. കുഴപ്പമില്ല, കാരണം ഞാൻ നോക്കട്ടെ, ആലോചിച്ചോട്ടെ പറഞ്ഞു പിന്നെ ചെയ്യും. അപ്പം ഇത് സമയം സെറ്റായി. ശേഷം അപ്ഡേറ്റ് സബ്ജക്റ്റ്. ഓക്കെ, ശേഷം VR ഓഫ് ID. ഓക്കെ, അപ്ഡേറ്റ് സബ്ജക്റ്റ്. ഈ VR ഓഫ് ID എന്താ വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞു. അപ്പം 10 പാസ് ചെയ്തിട്ട്
ഈ അപ്ഡേറ്റ് സബ്ജക്റ്റിൻ്റെ അകത്തുള്ള കോഡ് മൊത്തം ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. തൽക്കാലം അത് യൂസ് ചെയ്യുന്നില്ല. അത് ചെയ്യാം. അപ്ഡേറ്റ് ഇതിൽ മെത്തേഡ് വേറില്ല, ആ മെത്തേഡ് യൂസ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. ഡിലീറ്റിന് നമ്മൾ നേരെ ഇത് നമ്മൾ ഡിലീറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു. യൂസർ അറിയത് സബ്ജക്റ്റിന് എഴുതിയുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തുള്ളത് അല്ലേ? യാ കറക്റ്റ്. അപ്പോൾ ഡിലീറ്റ് സബ്ജക്റ്റിൻ്റെ അകത്ത് ഈ പാസ് യൂണിറ്റ് ഇപ്പോൾ ഇവന്മാർ ഇവിടെ ഭയങ്കര ആവശ്യമില്ലാത്ത കോംപ്ലക്സിറ്റി ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എഴുതിയിട്ട് ഞാൻ കാണിച്ചില്ല. തൽക്കാലം അത് രണ്ടും അവിടെ എംപ്റ്റി ആയി കിടക്കട്ടെ. അപ്ഡേറ്റ് സബ്ജക്റ്റും ഡിലീറ്റ് സബ്ജക്റ്റും തൽക്കാലം നമ്മൾ ഗെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബോഡി എടുത്ത് ക്രിയേറ്റും ഗെറ്റ് സബ്ജക്ട്സും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ വേറെ കൂടെ കാണിക്കുന്നുണ്ട്. നോട്ട് ഇമ്പോർട്ട് ബോളാൻ ബീക്ക് ലോഗിൻ്റെ അകത്ത് അതൊരു പ്രശ്നമുള്ള സംഭവമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അതും പ്രശ്നമില്ലാന്ന് തോന്നുന്നില്ല. നമ്മുടെ യൂസറിൻ്റെ അകത്ത് എന്തെങ്കിലും പറയാൻ ഒന്നും കാണില്ല. അതൊന്ന് ജസ്റ്റ് റൺ ചെയ്തിട്ട് ഓൾറെഡി റണ്ണിങ്. പോസ്റ്റ്മാനിൽ ഇപ്പോൾ വരില്ല, കാരണം നമ്മൾ റൂട്ടർ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ റൂട്ട്സ് പോകുന്നു. തൽക്കാലം ഞാൻ റൂട്ടർ ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, സബ്ജക്ട്സ് ഇത് സബ്ജക്ട്സ് അല്ല, ശരിക്കും ഇത് സബ്ജക്റ്റ് എന്നാണ് വേണ്ടത്. കാരണം ഞാനൊരു ഐറ്റമാണ് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. കിറ്റ് സബ്ജക്റ്റ് ഇത് എല്ലോ മൾട്ടിപ്പിൾ ആണ്. എല്ലോ മൾട്ടിപ്പിൾ ഇതൊക്കെ നേരെ മാറ്റി. ഇനി ഇവിടെ ക്രിയേറ്റ് യൂസർ മാറും. ക്രിയേറ്റ് സബ്ജക്റ്റ്, ഗെറ്റ് യൂസർ മാറും. ഗെറ്റ് സബ്ജക്ട്സ് ഇങ്ങനെ സാധനമില്ല. സബ്ജക്റ്റിനെ ഞാനത് റിമൂവ് ചെയ്തു. പിന്നെ അപ്ഡേറ്റ് സബ്ജക്റ്റ്, ഡിലീറ്റിന് ഡിലീറ്റ് സബ്ജക്റ്റ്. ഓക്കെ, ക്ലീൻ അല്ലേ? ഇനി എനിക്കിപ്പോൾ സബ്ജക്ട്സ് ഒന്നും ഇല്ല. അപ്പം എനിക്ക് സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് സാധനം അയച്ചു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവും. അപ്പം നമുക്ക് പോസ്റ്റ് എടുത്തിട്ട് അതെ വേണം. അതിന് വേറൊരു വഴി ഉണ്ട്. അതിന് ലാസ്റ്റ് ഒന്ന് കാണിച്ചു. പുതിയൊരു റിക്വസ്റ്റ് എടുക്കുന്നു. ലോക്കൽ ഹോസ്റ്റ് 8090 ആണ്. സ്ലാഷ് സബ്ജക്ട്സിൻ്റെ അകത്തേക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ബോർഡിൻ്റെ അകത്ത് റോ ആയിട്ടായി. റോൻ്റെ അകത്ത് ഞാൻ അയക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്ന മോഡലാണ്. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ മാറാൻ വേണ്ടിയിട്ട് എനിക്കിതിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട. സബ്ജക്റ്റിന് നെയിമും ഐഡിയും മാത്രം ഞാൻ അയച്ചാൽ മതി. സബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് ഓക്കെ. സബ്ജക്റ്റ് ഐ ഡി ഞാൻ അയക്കേണ്ട. ഐ ഡി ഓട്ടോ ജനറേറ്റിംഗ് ആണ്. അപ്പോൾ ഐ ഡി ഞാൻ അയക്കേണ്ട. ജസ്റ്റ് നെയിം മാത്രം വെച്ചാൽ മതി. ഫോർ പേജ് നോട്ട് ഫോം. അതായത് ഓക്കെ, ഇവിടെ 2 സ്ലാഷ് എന്നിട്ടുമില്ല. സ്ലാഷ് സബ്ജക്ട്സ് എന്നുള്ള സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മെയിൻ റോഡ് പോയിന്റ് അകത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് ഏത് പോർട്ടൽ റൺ ചെയ്യുന്നതെന്ന്.
8090 രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാൻഡർ അല്ല റൂട്ടർ റൂട്ട്സിൻ്റെ അകത്ത് ഓക്കെ സ്ലാഷ് ഇല്ല. എന്താടാ സ്ലാഷ് പോസ്റ്റ് അകത്ത് പോസ്റ്റ് തന്നെയാണോ? പക്ഷെ 404 എങ്ങനെയാലും അടിക്കരുത്, കാരണം അത് റണ്ണിങ് കാണിച്ചല്ലോ ഓൾറെഡി. ഞാൻ ആദ്യം ഭയങ്കര സ്ലോ. ഓക്കെ റണ്ണാവുന്നുണ്ട്, സബ്ജക്റ്റ് റണ്ണാവുന്നില്ല. ഹോസ്റ്റ് 8090 ആദ്യം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ റിക്വസ്റ്റ് എടുത്തു. ശേഷം വന്നിട്ടില്ല. ഇതിന്റെ അകത്തുള്ള ഒരു സാധനം വർക്കായിട്ടില്ല. അവിടെ ഒരു എറർ കാണിക്കുന്നത് താഴെ ഇതാണോ? അത് ആണില്ല കാര്യങ്ങളുണ്ട്. റൂട്ട്സ് കോൾ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റീസ് ആയിട്ടുണ്ടാവണം. ഈ ജെയ്സൺ മിഡിൽ വെയറിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ സാധനം ഇവിടെ കേടാം. പക്ഷെ ഞാൻ 404 അടിക്കില്ല, വേറെ എന്തെങ്കിലും വേറെ ചെയ്താൽ ഈ സ്ലാഷ് മാത്രമാണ് അടിക്കുന്നതെങ്കിൽ വെബിലേക്ക് പോകുന്നു, അത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ലാഷ് ലോഗിന് വർക്ക് ചെയ്യുന്നുണ്ടോ? സ്ലാഷ് ലോഗിൻ അടിച്ചാൽ അല്ല റൂട്ടിൽ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ ബാക്ക് എൻഡ് അന്ന് എഴുതിയിട്ടെന്നല്ലാതെ പിന്നെ കളിച്ച് മൊത്തം കണ്ടിട്ടില്ല. സെക്യൂരിറ്റി ചിലപ്പോൾ ഇതെടുത്ത് അടിയിലൊക്കെ ചെയ്യുന്ന സാധനം. അത് അതിന്റെ അകത്ത് ടേബിൾ ഇല്ലാന്ന് പറയുന്നു. സാധനം വർക്കായി. അവരിപ്പോ പറയുന്ന അത് ഡിബിന്റെ അകത്ത് നേരം അടിച്ചു, കാരണം അങ്ങനെ ഒരു ടേബിൾ ഡിബിന്റെ അകത്ത് ഇല്ലാന്ന് യൂസർ വന്നു. ഓക്കെ, അപ്പം ടേബിളിന്റെ അകത്ത് DB ഇല്ല എന്നുള്ളത് സത്യമാണ്, കാരണം നമ്മൾ ആ ഓട്ടോ മൈഗ്രേഷന്റെ അകത്ത് ഇത് റൺ ചെയ്തിട്ടില്ല. നമ്മുടെ ഓട്ടോ മൈഗ്രേഷന്റെ അകത്ത്, അതായത് ഇത് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. അവിടെ അതും കൂടി ഒന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് കോമ ആയിരുന്നു തോന്നുന്നു, 2 മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇത് ഡീബഗ് കൊടുത്തോണ്ടാണ് ഇവിടെ ഈ കാണിക്കുന്ന സാധനം എല്ലാം വന്നത്. ആ ഡോട്ട് ഡീബഗ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന SQL കോഡ് ഒന്നും കാണിക്കും. ഇതുണ്ടോ, ക്രിയേറ്റ് ടേബിൾ ഒക്കെ റൺ ആയതുണ്ടോ? ഓക്കെ, ക്രിയേറ്റ് ടേബിൾ റണ്ണായി. ഇനി നമ്മളപ്പം അതെ, ഇപ്പൊ സബ്ജക്ട്സ് ഉണ്ട്, എംപ്റ്റി ആണ്, കാരണം സബ്ജക്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഞാൻ പോസ്റ്റ് കൊടുത്തിട്ട് സെൻഡ് അടിക്കുന്നു.
സബ്ജക്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇനി ഞാൻ ചുമ്മാ ഗെറ്റ് അടിച്ചു നോക്കട്ടെ, എനിക്ക് ആ സബ്ജക്ട് കിട്ടും. സബ്ജക്റ്റിന്റെ അത് ഐ ഡി വന്നു, ക്രിയേറ്റഡ് ബൈ അപ്ഡേറ്റഡ് ബൈ വന്നു, പക്ഷെ മറ്റേ ഫീൽഡ്സ് ഒന്നും വന്നില്ല. കാരണം നമ്മൾ ആ സബ്ജക്റ്റിന്റെ മോഡലിന്റെ അകത്ത് എന്ത് ചെയ്ത് ക്രിയേറ്റഡ് ബൈ അപ്ഡേറ്റ് ചെയ്യാൻ വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഇവിടെയും കൊടുത്തിരുന്നു അണ്ടർസ്കോർ. എന്തെങ്കിലും കാര്യം ഉണ്ടാവാം, അതോടെ റിമൂവ് ചെയ്യാം. ഇപ്പൊ സബ്ജക്റ്റ് വന്നു. ഇപ്പൊ എനിക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കൊടുക്കുന്നു, ഇവിടെ 2 കൊടുക്കുന്നു, സബ്ജക്റ്റ് ആഡ് ആയി. ഇനി ഇതാ പറഞ്ഞത്, ഇതിന്റെ അകത്ത് നമുക്ക് ഇനി ഒരു സ്റ്റാറ്റസും ഇത് മെസ്സേജും നോക്കി മാറ്റണം. അതിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. സബ്ജക്റ്റ് എടുക്കുന്നു, എന്റെ 2 സബ്ജക്റ്റും കിട്ടും. ഇനി ഒരു സബ്ജക്റ്റ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് സബ്ജക്റ്റ് നമ്മൾ എഴുതിയില്ലെങ്കിൽ അല്ലേ? ഓക്കെ, നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇരുന്നിട്ട് എഴുതാം. അപ്ഡേറ്റും ഡിലീറ്റും അങ്ങനെ എഴുതുന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചിടാം. അതുപോലെ ഇതെങ്ങനെ ഫോർമാറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഇതിന്റെ അകത്തുള്ള ടോപ്പിക്സും കൂടെ കൂടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുള്ളതും എഴുതണം, അതും കൂടെ നമുക്ക് എഴുതാം. അപ്പൊ അത്രയും സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത സെഷനിൽ പിന്നെ നോക്കാം. ഇന്ന് കൊണ്ട് ഇന്നും ഇരിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, ഞാൻ എനിക്ക് ഇന്ന് 2:30 ഇപ്പൊ ഓഫീസ് ടൈം തുടങ്ങി. ഇനി എത്ര നേരം ഫുള്ള് പണി തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും അറിയിക്കാം, അല്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും മൂടിട്ടിയാൽ ഞാൻ അതിനെ ബാക്കിയിരുന്ന് ചെയ്യും. ബാക്കി വേറെ ഏതെങ്കിലും നോക്കാം. ഈ ചെയ്യാണെങ്കിൽ അറിയിക്കില്ല, അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ജോയിൻ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് ജോയിൻ ചെയ്യണ പല ടൈമിലും ഫ്രീ ആയിരിക്കും, പക്ഷെ ഒരു ചെറിയ പണിയുണ്ട്. ഇപ്പൊ പ്ലേ ബാക്ക്, ഈ എന്തായാലും പേര് പ്ലേ ബാക്ക് എന്നറിയില്ല, കസ്റ്റമറിന് പ്രസന്റ് ചെയ്യുന്നത് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കണല്ലോ, ആ പരിപാടി ഉണ്ട്. അതൊരു ചോറയാണ്. നമുക്ക് എത്ര ബാറ്ററി ഇപ്പൊ ഞാൻ ഇത് ചെയ്താലും ബാറ്ററി ബാക്കപ്പ് ഇത് ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞില്ലേ? ബാറ്ററി ഏത് മാക്കോ?